والحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الفائزين برضا الله أما بعد. اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد صلاة وسلاما عليك يا سيدنا يا رسول الله. ആദരണീയരായ സയ്യിദ് അവർകൾ, ബാഖവി ഉസ്താദ് അടക്കമുള്ള മറ്റ് പണ്ഡിതർ, സാദാത്തുക്കൾ, നീണ്ട മണിക്കൂറുകൾ വലീഫ നടത്തി മൺമറഞ്ഞ സാദാത്യങ്ങളുടെ ചാരത്ത് ഹയാത്തുള്ള സാദാത്യങ്ങളുടെ നേതൃത്വത്തിൽ ആലിമീങ്ങളും മുത്താലിമീങ്ങളും ഒരുമിച്ച് കൂടിയ നല്ല ഒരു സഭ അല്ലാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അതൊക്കെ ഒട്ടും നഷ്ടപ്പെടാതെ ഖബറിൽ കിടന്ന് ആസ്വദിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ കാലത്ത് ഇതുപോലെ നന്മകൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന, നമ്മെ കൈപിടിച്ച് നന്മയിലേക്ക് കൊണ്ടുവന്ന, നമ്മുടെ നന്മയിൽ നമ്മോടൊപ്പം സഹകരിച്ച മുഴുവൻ ആളുകളുടെയും ഹളറത്തിലേക്ക് അള്ളാഹു ഈ നല്ല സഭയുടെ മിസ്ര സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. നമ്മളും മരിച്ച് ഖബറിൽ കഴിയുമ്പോൾ ഖിയാമത്ത് നാൾ വരെ പ്രാർത്ഥനകൾ ലഭിക്കുന്ന, അതിന് യോഗ്യരായി അള്ളാഹുവിൻ്റെ സൗദത്തിലേക്ക് പോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ബഹുമാനപ്പെട്ട ഇമാം അബൂ മുഹമ്മദ് ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ അലാ സലാസത്തി ളുറൂബിൻ, മൊത്തം സൃഷ്ടികളെ, പടപ്പുകളെ അല്ലാഹു തആല 3 വകുപ്പായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മൊത്തം ഏകകോശ ജീവി അമീബം മുതൽ തിമിംഗലം വരെയുള്ള വലിയ ജീവികളടക്കമുള്ള ജീവികളെ പരിശോധിച്ചു നോക്കിയാൽ മൊത്തം 3 വകുപ്പായിട്ടാണ് അവരെ പടച്ചിട്ടുള്ളത്. ഒന്ന്, ഖലഖൽ മലായികത വറക്കബ ഫീഹിമുൽ അഖ്ല വലം യുറക്കബ് ഫീഹിം ശഹ്വ. മലായികത്ത് എന്ന് പറയുന്ന കൂട്ടരെ അല്ലാഹു തആല പടച്ചു. ആ പടച്ച കൂട്ടർക്ക് അല്ലാഹു തആല നല്ല വിചാരം നൽകി, നല്ല ആത്മീയ ബോധം അവർക്ക് നൽകി. ആ മലായികത്തുകൾക്ക് വികാരം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇച്ഛ എന്ന് പറയുന്ന ഒന്ന് തീരെ നൽകിയില്ല. അല്ലാഹു തആല അങ്ങനെ മലായികത്തിനെ സംവിധാനിച്ചത് അങ്ങനെയാണ്. അജ്സാമിൻ നൂറാനിയുൻ യതശക്കലു ബി അശ്കാലി മുഖ്തലിഫ ലാ യസൂനല്ലാഹു മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അപ്പോൾ നമ്മൾ കുറച്ചു നേരം കുത്തുബിയത്ത് നിന്ന് ചൊല്ലിയപ്പോഴേക്ക് ചിലപ്പോൾ ക്ഷീണമൊക്കെ തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാളിയ നീട്ടി പറഞ്ഞ ചിലപ്പോൾ ഉറക്ക് നിങ്ങൾക്ക് വന്നു എന്ന് വരും. അതേ സമയത്ത് മലായികത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ പ്രശ്നേ ഇല്ല. അവരെ പ്രകൃതി തന്നെ എന്തിനും പറ്റുന്ന രീതിയിലാണ്. നമ്മളൊക്കെ പലപ്പോഴും ഭക്ഷണം, വസ്ത്രം, വെള്ളം തുടങ്ങിയിട്ടുള്ള പലതിനെയും ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനത്തെ ആഗ്രഹമേ മലായികത്ത് എന്ന് പറയുന്ന വിഭാഗത്തിന് ഇല്ല. അതാണ് ഒരു അള്ളാഹുവിന്റെ സൃഷ്ടികൾ. വഖലഖൽ ബഹായിമ, അല്ലാഹു തആല ഇതര ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. വറക്കബ ഫീഹ ശഹ്വത വലം യുറക്കബ് ഫീഹിൽ അഖൽ. അല്ലാഹു തആല അതിൽ വെറും വികാരം മാത്രമാണ് അതിലേക്ക് കൊടുത്തത്. അതേസമയത്ത് വലം യുറക്കബ് ഫീഹിൽ അഖൽ, വിവേകം എന്ന് പറയുന്ന ഒരു സംഭവത്തെ, വിചാരം എന്ന് പറയുന്ന സംഭവത്തെ നാക്കാലികൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇന്നലകളെ കുറിച്ചൊരു ബേജാറുമില്ല, വരാനുള്ള നാളെകളെ കുറിച്ചൊരു പ്രതീക്ഷയില്ല. ഇന്നത്തെ ജീവിതം എന്താണെന്ന് ചോദിച്ചിട്ടും അറിയൂല. ആരാണ് വാപ്പ, ആരാണ് ഉമ്മ? വാപ്പാനോട് വല്ല ബാധ്യതയുണ്ടോ? ഉമ്മാനോട് വല്ല ആദരവുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇന്നതാണ് തിന്നേണ്ടത്, ഇന്നതാണ് തിന്നണ്ടാത്തത്, അങ്ങനെയില്ല. ഹറാം ഹലാൽ ഒന്നും അവരെ മുമ്പിലില്ല. ഇബാദത്ത് എന്ന് പറയുന്ന ഒന്നില്ല. വൈവാഹിക ജീവിതത്തിന് വ്യവസ്ഥയില്ല, ഇടപാടുകളില്ല, കുടുംബജീവിതമില്ല, ഇലക്ഷനില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല.
അല്ലാഹു തആല ജീവജാലങ്ങളെ പടച്ചത് ആ രീതിയിലാണ്. അതേ സമയത്ത് ഇമാം പറയുന്നു വഖലഖ ബനാദമ, മനുഷ്യരെ അല്ലാഹു തആല പടച്ചു. വറക്കബ ഫീഹിം ശഹവത വൽ അഖൽ, മൃഗങ്ങൾക്ക് കൊടുത്ത വിവേകവിനെ വിചാരവും അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് കൊടുത്ത അവരുടെ മൃഗീയതയും ആ വല്ലാത്ത വികാരവും മലായിക്കത്തിന് കൊടുത്ത വിചാരവും രണ്ടും സമ്മിശ്രമായി അല്ലാഹു തആല മനുഷ്യർക്ക് കൊടുത്തു. ഇത് ഈ പ്രസംഗിക്കുന്നത് എന്നിലുണ്ട്, കേൾക്കുന്നത് നിങ്ങളിലുണ്ട്. മൃഗത്തിന്റെ മൃഗീയതയുണ്ട്. ഇതൊക്കെ ഇപ്പൊ ആധുനിക സയൻസ് തെളിയിച്ചതാണ്. ഡോക്ടർ പൗലോനെ പോലെ ആളുകളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. റസാലിമാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്, അള്ളാഹുവിൽ നിന്നുള്ള ആത്മീയമായ ദർശനത്തിലൂടെ പറഞ്ഞതാണ്. എന്നിട്ട് റസാലിമാ പറയാ ഫമൻ വലബത്ത് ശഹ്വത്തുഹു അഖ്ലഹു, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വികാരം അവന്റെ വിവേകത്തിന് വഴിമാറിയാൽ അവൻ ഇച്ഛിക്കുന്നത് എന്തോ അവൻ ചെയ്യുന്നു. അതേസമയത്ത് മറ്റുള്ള ചിന്തകളൊന്നുമില്ല. അങ്ങനെ ആർക്കെങ്കിലും വഴിമാറിയാൽ ഫൽ ബഹായിമു ഖൈറും മിൻഹു, അപ്പോൾ ഈ കാണുന്ന ഇരികാലി മൃഗം എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് അപ്പോഴാണ് ഇംഗ്ലീഷിൽ പറയുന്ന മനുഷ്യന്റെ ഡെഫിനിഷൻ പൂർത്തിയാവുക. The man is a social animal. എനിമൽ ആണ് മനുഷ്യൻ, ഒരു ജന്തുവാണ്, ഒരു ജീവിയാണ്. ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഫൽ ബഹായിമു ഖൈറും മിൻഹു. മുസാലിമാം പറയാ അങ്ങനെ വരുന്നൊരു ഘട്ടം വരികയാണെങ്കിൽ, ഏത് ഘട്ടം? ഒരു ഭാഗത്തവന് വിചാരമുണ്ട്, ചിന്തയുണ്ട്, വിവേകമുണ്ട്. മറ്റൊരു ഭാഗത്തവന് ചിന്തയുണ്ട്, അതോടൊപ്പം തന്നെ വികാരവുമുണ്ട്. അവൻ വികാരവും അവന്റെ ദേഹേച്ഛയും അവന്റെ താല്പര്യങ്ങളും അതാണ് അവനെ നിയന്ത്രിക്കുന്ന വിവേകത്തെക്കാൾ മറികടക്കുന്നതെങ്കിൽ ഫൽ ബഹായിമു ഖൈറും മിൻഹു, എങ്കിൽ നാക്കാലികളാണ് അല്ലെങ്കിൽ ഇതര ജീവികളാണ് മനുഷ്യനേക്കാൾ ഖൈർ. വമൻ വലബ അഖ്ലുഹു ശഹ്വതഹു, മറിച്ച് മലായികത്തിന്റെ ഖുവ്വത്താകുന്ന ഈ വിവേകം, ആത്മീയമായ ബോധം, അല്ലാഹ് എന്ന വിചാരം, മരിക്കണമെന്ന ചിന്ത, ഈ ചിന്തയാണ് മനുഷ്യന്റെ കേവല വികാരത്തെക്കാളും ഭൗതിക താല്പര്യത്തെക്കാളും ശരീരത്തിന്റെ ഇച്ഛയെക്കാളും മികച്ചു നിൽക്കുന്നതെങ്കിൽ ഫഹുവ ഖൈറും മിനൽ മലായിക, അവൻ മലക്കുകളെക്കാൾ ഉയർന്നവനാണ്, മലക്കുകളെക്കാൾ ബെറ്ററാണ്, മലക്കുകളെക്കാൾ ബെസ്റ്റാണ്, മലക്കുകളെക്കാൾ VIP ആണ്. 3 വിഭാഗത്തെ ഇത് ആണുങ്ങൾക്ക് ബാധകമാണ്, പെണ്ണുങ്ങൾക്ക് ബാധകമാണ്, പണക്കാർക്ക് ബാധകമാണ്, പണിക്കാർക്ക് ബാധകമാണ്, പണ്ഡിതന് ബാധകമാണ്, പാമർക്ക് ബാധകമാണ്, ഭരണീയർക്ക് ബാധകമാണ്, ഭരണകർത്താക്കൾക്കും ബാധകമാണ്. ഈ കുത്തുബിയത്ത് ചൊല്ലി അൽഹംദുലില്ലാഹ് ബാക്കി ഉസ്താദിന്റെയും തങ്ങളുടെ നേതൃത്വത്തിൽ ആത്മീയമായ നീണ്ട ദിക്റുകൾക്ക് നടത്തി നല്ല ഗൗസുൽ ആലമിനെ ആവാഹിച്ചെടുത്തു. പുറമെ അജ്മീർ ഖാജയുടെ സഹായം ചോദിച്ചു, മമ്പറത്തപ്പാപ്പായി അനുസ്മരിച്ചു, മടവൂർ ശേഖർ വരെ എത്തി ബൈത്തുകൾ ചൊല്ലി നല്ല റാഗത്തോടു കൂടെയുള്ള നല്ലൊരു ആത്മീയ സദസ് പടച്ചറബ് കബൂൽ ചെയ്യുമാറാകട്ടെ. ആ ഒരു നല്ല ആത്മീയ സദസ്സിൽ ഇരിക്കുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട ചിന്ത, പടച്ചോനെ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു 3 വിഭാഗമായി സൃഷ്ടികളെ എണ്ണിയല്ലോ. ഏത് കൂട്ടത്തിലാണ് ഞാൻ പെടുക? ഈ വാള് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാ മാസവും തങ്ങളുപ്പാപ്പാന്റെ ഹദറത്തിലേക്ക് കുത്തുബിയത്തിന് വേണ്ടി വരുന്ന നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് ഏത് കൂട്ടത്തിലാണ് പെടുക? ഒന്ന്, വികാരം തീരെയില്ലാതെ വിവേകം മാത്രമായ കൂട്ടർ, അവർ മലായികത്താണ്, ഏതായാലും നമുക്ക് പെടാൻ കഴിയില്ല. മറ്റൊന്നോ, വികാരം മാത്രമേ ഉള്ളൂ, വിവേകം ഇല്ല, എങ്കിൽ അത് നാൽക്കാലികളാണ്, അതിലും പെടൂല സൃഷ്ടിപരമായിട്ട്. പിന്നെ ഉള്ളത് ഏതാണ്? വികാര വിവേക സമ്മിശ്രമായ സൃഷ്ടികളാണ്. അതാണ് മനുഷ്യനെന്ന് പറഞ്ഞു. പക്ഷേ ആ മനുഷ്യന്റെ കൂട്ടത്തിൽ നിന്ന് വിവേകിയാണോ വികാരിയാണോ? ഒന്നുകൂടെ ഞാൻ പറയുന്നു, അല്ലാഹു എന്ന സൃഷ്ടാവ് എന്റെ മുമ്പിൽ ഉണ്ട്.
എനിക്കിവിടെ നിന്ന് പോകേണ്ടതുണ്ട്. ഞാനിവിടെ താൽക്കാലിക താമസക്കാരനാണ്. എൻ്റെ വീട് റെന്റ് എടുത്തിരിക്കുന്ന വീടാണ്. എൻ്റെ കാറ് റെന്റ് കാറാണ്. എനിക്കുള്ള ആരോഗ്യം താൽക്കാലികമാണ്. എൻ്റെ ഭംഗി ാണ്. എന്റെ സ്ഥാനം താൽക്കാലികം തന്നേൽപ്പിച്ചതാണ്. എന്റെ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ എന്റേതല്ലാതാകുന്ന സമയം വരാനുണ്ട്. എന്റെ പേരിലെ സമ്പത്ത് നാളെ മറ്റൊരാൾക്ക് മാറുമെന്നത് ഉറപ്പാണ്. എങ്കിൽ ഞാൻ ആരാണ്? ഞാൻ എവിടെ നിന്ന് വന്നവനാണ്? ഞാൻ എന്റെ അവസ്ഥ എന്താണ്? ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലാഹ് സൃഷ്ടാവാകുന്ന റബ്ബിന്റെ തീരുമാനം അതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വമൻ നസലത് ബിസാഖതിൽ മനായ ഫലാ അർളുൻ തഖീഹി വലാ സമാഉ വഅർളുല്ലാഹി വാസിഅത്തുൻ വലാകിൻ ഇദാ നസലൽ ഖലാഖൽ ഫലാഉ. ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഭരിക്കുന്ന പിണറായി സാറിനോ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനോ നമ്മുടെ ആയുസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ല, നമ്മുടെ റൂഹിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ശരീരത്തിന് നിയമങ്ങൾ പറയാൻ കഴിഞ്ഞേക്കും, പരിശോധിച്ച് ഡോക്ടർ പൾസ് പറഞ്ഞേക്കും. പക്ഷേ അവന്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാനോ റൂഹിനെ നിയന്ത്രിക്കുവാനോ പടച്ച റബ്ബിനെ കഴിയൂ. എങ്കിൽ ആ റബ്ബിന്റെ പൊരുത്തത്തിനനുസരിച്ച് ജീവിക്കേണ്ടവനാണ് ഞാൻ. അതിനെതിരെ വരുന്ന വികാരങ്ങളും അതിനെതിരെ വരുന്ന ചിന്തകളും മാറ്റി നിന്ന് വിവേകത്തോടുകൂടെ പോകേണ്ടവനാണ് ഞാൻ. അത് ചിന്തിക്കുമ്പോൾ അവൻ മലക്കനെ പോലെയാകുന്നല്ല പറഞ്ഞത്, മലക്കനേക്കാൾ ഉയരും. ആ ഉയർന്നതാണ് ഇപ്പൊ നമ്മൾ ബഗ്ദാദ് കടക്കാൻ മൊയ്തീശിഖിനെ വിളിച്ച് യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഗൗസുല്ലാഹ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. നമ്മൾ ആരെങ്കിലും ലിപ്പിയണം, തങ്ങന്മാർക്കൊരു കണക്ഷൻ ഉണ്ടാവുന്ന കൂട്ടിക്കോളി. പ്രത്യേകിച്ച് ജീലാനി ആകുമ്പം ഗൗസുല്ലാഹ് വീട്ട് ബന്ധാണ്. ഞമ്മക്കൊക്കെ എന്ത് ബന്ധമുള്ളത്? ബഗ്ദാദിൽ പോയ ബന്ധം കൂടി പലർക്കും ഇവിടെ 98% ബഗ്ദാദിൽ പോയിട്ട് അവിടുത്തെ മക്കാം പോലും കണ്ടിട്ടുണ്ടാവില്ല. അല്ലാഹു തആല പലതവണ പോകാനും കാണാനും തൗഫീഖ് നൽകട്ടെ. പക്ഷെ പോകാത്തൊരു ബേജാറാകണ്ട. കുത്തുബീത്തത്തിന് പറയുന്നുണ്ട്, ശറഫ്ത ജീലാനബിൽ മീലാദി സാകിനഹു അല്ലം തബിൽ ഖബ്രി ബഗ്ദാദൻ നമാകിനഹു യസൂറു കുല്ലു മുസ്താഖിൻ വലാകിനഹു ഫീ ബൈതിഹി ഖദ് യുലാഖി മുഹയ്യദ്ദീനി യാ മുഹയ്യദ്ദീനി യാ മുഹയ്യദ്ദീനി യാ മുഹയ്യദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി. അല്ലാഹു കൊടുക്കുന്ന സൂപ്പർ സ്പിരിച്വൽ പവർ കൊണ്ട് നമ്മുടെ ജാറത്തിലേക്ക് ഇങ്ങോട്ട് വരാൻ, അറബി ജാറത്തിലേക്ക് ഇങ്ങോട്ട് വരാൻ, അറബി തങ്ങൾ ജാറത്തിലേക്ക് ഇങ്ങോട്ട് വരാൻ, താനൂരേക്ക് ഇങ്ങോട്ട് വരാൻ മഹാനായ ഗൗസുല്ലാഹിന് കഴിയും. ആ ഗൗസുല്ലാഹിനെ വിളിക്കേണ്ടത് പോലെ വിളിച്ചാൽ വരും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷെ ആ ഗൗസുല്ലാഹ് വിളിക്കുന്നു. എന്തേ കാരണം? ആത്മീയമായ പവറാണ്. ആ പവറാണ് പറയുന്നത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനൂ. നമ്മൾ വലിയ വിഷമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ മലായിക്കത്ത് ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നു, ടെൻഷനാകണ്ട, നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ എനി ടൈം നിങ്ങൾ വിളിച്ചാൽ ഓൺ ദി സ്പോട്ട് എത്താൻ റെഡി. ഗൾഫിലൊക്കെ ചെന്നാൽ ചോദിക്കൂല നമ്മുടെ സുഹൃത്ത്, എന്താ നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ ഞങ്ങൾ റെഡിയാ. അപ്പൊ മലായിക്കത്ത് ഖാദിമിങ്ങളായിട്ട് വരാം. അപ്പൊ മനുഷ്യൻ ആരാ മുകളിൽ? മലക്ക മനുഷ്യനോ? അൽഹംദുലില്ലാഹ്. എന്തേ കാരണം? ഒരു ഭാഗത്ത് വികാരം വന്നു, മറ്റൊരു ഭാഗത്ത് വിചാരം വന്നപ്പോൾ ഈ വിവേകം വികാരത്തെ മറികടന്നു. ബഹുമാനപ്പെട്ട ഗൗസുൽ-ആദം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലി ഖദ്ദസുല്ലാഹു സുബ്ഹാനഹു അസീസ് ഉമ്മമാരെ ഖുർആൻ ഓതുക. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോഴേക്ക് ശരീരം പറഞ്ഞു ഒന്ന് ഉറങ്ങിക്കോ, ഒന്നങ്ങോട്ട് ഉറങ്ങാൻ പോലെ കണ്ണിനിമ്പുകൾ. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? ഏതായാലും ഇപ്പൊ നാളെ നന്നാക്കിയാടോ ഓതാ, ഇപ്പൊ കുറച്ചൊന്നും ഉറങ്ങട്ടെ,
നമ്മൾ ശരീരത്തിന് വഴിപ്പെട്ടു, വികാരത്തിന് വഴിപ്പെട്ടു. ഇനിയിപ്പോ ഈ ഉറക്കത്ത് ഓതിയ പിച്ചുമ്പേയും പറയും, ഒന്ന് ഉറങ്ങി നീച്ചിട്ട് ഓതാം. ഉറങ്ങി നീക്കുമ്പോഴോ ആ ഉറങ്ങിയ ക്ഷീണം മറ്റേ പിന്നെ ഒന്ന് ഉറങ്ങാം. അത് കഴിയുമ്പോഴേക്കും പിന്നെ ഒരു മയക്കം, ഒന്നാണ് പൂർത്തിയാക്കാം. പലപ്പോഴും താജ്ജുദിനൊക്കെ അലാറം വെച്ചിട്ടൊക്കെ നമ്മൾ കിടക്കും. അലാറം ഇങ്ങനെ ബെല്ലടിക്കും, നമ്മുടെ ഭാഗത്ത് ഇങ്ങനെ കൂർക്കം വെച്ചു. പിന്നെ അവസാനം പിന്നെ കുടിക്കാത്ത അല്ല അലാറം വെക്ക, ഇനിയിപ്പോ താജ്ജുദ് നാളെ തുടങ്ങാം. അന്നിപ്പോ ഏതൊരു ക്ഷീണം ഇങ്ങനെ, നാളെ പാരും പിന്നെ തുടങ്ങാം. ഇങ്ങനെ നമ്മൾ അങ്ങനെയാണ് പോകലാണ്. എന്നാൽ ഓസുല്ലാമോ ഒരു കാമ്പൽ നിന്നിട്ടോ രൂഹത്തം തീർത്തോവർ, ഒരു ചെൽമുതലായി മൂവാണ്ട് കാത്തോവർ, ബിൽ കുതുബിർ റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാത്തിൻ യാ അല്ലാഹ്. അങ്ങനെയുണ്ടോ ശരീരത്തിന് ഉറക്ക്? ഇല്ലല്ല, അത് മൃഗീയതയാണ്, അത് ഖുവത്ത് ശഹവാനിയാണ്, അതൊരു വികാരമാണ്. ഞാൻ ആ വിവേകത്തിന് വഴിപ്പെടില്ല. ആത്മാവിന് പറുകൊടുത്തു, ഒരൊറ്റ കാര്യം, ഒരൊറ്റ ഖത്തം. അതിന്റെ ഒരർത്ഥം അങ്ങനെയാണ്, ഒരർത്ഥം അങ്ങനെയാണ്. എന്റെ ശരീരത്തിന് ഒരിക്കലും വഴിപ്പെട്ടുകൂടാ. നല്ല ദാഹം, ആ ദാഹിച്ചിങ്ങനെ മരുഭൂമി കൂടെ പോവാണ്. വെള്ളം കിട്ടിയാ കുടിക്കും. അത് വരുന്നത് സുബ്ഹാനല്ലാഹ് അടിപൊളി പാത്രത്തിൽ. എന്തേ? സ്വർണത്തിന്റെ പാത്രം. വെള്ള ആഗ്രഹമുണ്ട്, പക്ഷെ സ്വർണത്തിന്റെ പാത്ര. അവെന്താ ചെയ്യാ? വെളുപ്പത്തെ തുരിക്കത്തൊക്കെ ആണെങ്കിൽ ശേഖന്മാർക്ക് ധാരാളം മോന്തിയാൻ കുടിക്കും. അങ്ങനെ ഉണ്ട്. അല്ലെ, പാത്രല്ലേ സ്വർണ്ണുള്ളൂ, വെള്ളത്തിന്റെ എത്ര കുഴപ്പം? അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ ചിന്തിക്കലൊക്കെ. അവിടെയാണ് ആലിമാകണം ഷെയ്ഖ് എന്ന് പറയുന്നത്. ഇൽമ് വേണം എന്നൊരു ശരീഅത്തും ത്വരീഖത്തും സമ്മിശ്രമായി കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ ശൈഖിനേക്കാൾ വലിയ മുരീദായിട്ട് മാറും, പൊളിയും. മഹാനായ ഓസുലാമം ഒരു നിമിഷം ചിന്തിച്ചു, എന്റെ വികാരം വെള്ളം കുടിക്കലാണ്, വിവേകം എന്റെ ശർആണ്, അഥവാ റബ്ബിന്റെ മതത്തിന്റെ തീരുമാനം. ഞാൻ എന്തിനാത് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ തിരിയും, ഞാൻ അധികം നീട്ടൂല ഇൻഷാ അല്ലാഹ്. പക്ഷെ എൻ്റെ അടിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഉമ്മമാർ ശരിക്ക് ശ്രദ്ധിക്കണം. എന്റെ വികാരം ഈ വെള്ളം കുടിക്കണം എന്നാണ്, പക്ഷെ വിവേകം ശർഅന്റെ നിയമം കുടിക്കാൻ പാടില്ല എന്നാണ്. ഞാൻ ഈ ദാഹിച്ചു വരുന്ന സമയത്ത് ഈ ശർഅന്റെ നിയമം നോക്കേണ്ടതുണ്ടോ? അല്ല, സ്വർണ്ണല്ലേ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ശർഅന്റെ നിയമമാകുന്ന വിചാരത്തെ ഞാൻ വിലക്ക് വാങ്ങണമല്ലോ. അങ്ങനെ സംശയിച്ചു എന്ന് കണ്ടപ്പോൾ അത് വരുന്നു, അശരീരി യാ അബ്ദുൽ ഖാദർ. ഓ അബ്ദുൽ ഖാദറെ വിളിച്ചു പറയാണ്, അശരീരിയാണ് പറയുന്നത്. എന്തേ? മറ്റുള്ള എല്ലാ ആളുകൾക്കും ഹറാമാക്കിയ കാര്യം നിങ്ങൾക്ക് ഞാൻ ഹലാലാക്കി തന്നു. അല്ലാഹ് പടച്ചവന്റെ അടുത്ത് നിന്നല്ലേ വഹി വരുന്നത്, ഇൽഹാമല്ലേ കിട്ടണത്. അല്ലേ? തെരീഖത്ത് മാത്രല്ല, തബ്ലീഗ് ജമാഅത്ത് എന്ന സാധനമുണ്ട്. കെട്ടുമാറാ പോയി കണ്ട് കസ്കസും മല്ലിച്ചപ്പം പോതിനി അറാക്കന്റെ കുറ്റം മുണ്ടിന് ചുറ്റിട്ട് പിഞ്ചിരിയിട്ട് ഇങ്ങനെ മനുഷ്യന്മാരെ ഭട്ടങ്ങനൊക്കെ സാധനം. അയാളും പറഞ്ഞത് തബ്ലീഗ് കാ ത്വരീഖാ ഫി മുജ്ബർ ഖ്വാബ് മേ മുൻകശി ഹുവാ. ഇത് വെളിപാട് കിട്ടിയതാണ് എന്നാണ്. തെരീഖത്ത് മാത്രല്ല, ബിദഅത്തും വെളിപാട് കൂടെ വിട്ടു തന്നെയാണ്. ആ വെളിപാട് ജമാഅത്ത് ഇസ്ലാമിക്കാർ അങ്ങനെ തന്നെയാണ്. ഇൽമുൽ കലാമിൽ മുജേ ഏക് ഖാസ് മസലക്ക് ഹേ, എനിക്കൊക്കെ ഒരു വിശ്വാസ പ്രത്യേക റൂട്ടുണ്ട്. ഇതെല്ലാ അനവരാധി അങ്ങനെ തന്നെ പറഞ്ഞത്. മഹാനായ മൊയ്തീൻ ശേഖിന്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു, ഒരു വഹി എടുത്തു, നിങ്ങൾക്ക് ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു. പക്ഷേ ത്വരീഖത്തും ശരീഅത്തും പഠിച്ച ആര്യമായ ആബിദാണ് ഓസുല്ലാലം. വതരീഖു കുല്ലി മശായിഖിൻ ഖദ് ഖുയിദത് ബികിതാബി റബ്ബി വൽ ഹദീഥി തഅസ്സലാ. എല്ലാ ത്വരീഖത്തും എല്ലാ ആത്മീയ റൂട്ടും അല്ലാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനമായ ബേസിക്കൽ തിയറികളായ ഖുർആൻ സുന്നത്തുമായി കണക്ഷൻ കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ശരീഅത്തിനെ വലിച്ചെറിഞ്ഞുകൊണ്ടോ ഖുർആനിനെ മാറ്റി നിർത്തിക്കൊണ്ടോ ഹദീസിനെ എതിരായിക്കൊണ്ടോ ഒരു ത്വരീഖത്ത് ലോകത്തിലില്ല. ഇത് പഠിപ്പിച്ചുകൊണ്ടോ സുല്ലാലം പറയുന്നു, ഇങ്ങനെ എനിക്ക് മാത്രം ഹലാലാക്കിയിട്ട് ഒരു സുന്നത്തിന്റെ പാത്രം തരികയോ? ഞാനാരാണ്? ഞാൻ മുത്തു റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളിൽപ്പെട്ട ഒരു മനുഷ്യൻ മാത്രാണ്. മുത്തു റസൂലുള്ളാഹിയാണ് വലിയ എന്റെ ഉപ്പാപ്പയാണ്. ആ ഉപ്പാപ്പാന്റെ അടുത്ത്
ഭാഗത്ത് വന്നിട്ട് ഉഹദ് മല സ്വർണ്ണമാകാമെന്ന് പറഞ്ഞിട്ട് ഉപ്പാപ്പ സ്വീകരിച്ചിട്ടില്ല. ആ ഉപ്പാപ്പ പോലും പ്രപഞ്ചം മുഴുവനും അല്ല പടച്ചത് ഉപ്പാപ്പാക്ക് വേണ്ടിയാണ്, സ്വർണം പടച്ചത് ഉപ്പാപ്പാക്ക് വേണ്ടിയാണ്, വെള്ളി പടച്ചത് ഉപ്പാപ്പാക്ക് വേണ്ടിയാണ്. ആ ഉപ്പാപ്പ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വർണത്തിന്റെ പാത്രത്തിൽ വെള്ളം കുടിച്ചിട്ടില്ല. എല്ലാ വാലികളും ഓരോ നബിവാശി, ഞാൻ എൻ്റെ സിബാവ കാൽവാശി എന്നോവർ ബിൽ ഖുത്ബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തിൻ യാ അല്ലാഹ് ലികുല്ലി വലിൻ ലഹു ഖദമുൻ ഫഇന്നി അലാ ഖദമിൻ നബി ബദർ കമാലി. എന്റെ ഉപ്പാപ്പടോ സ്വർണത്തിന്റെ പാത്രത്തിൽ വെള്ളം കുടിച്ചിട്ടില്ല, അത് നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ചതാ. തന്റെ അനുയായിയാകുന്ന സ്വഹാബിയുടെ കയ്യില് സ്വർണത്തിന്റെ ബോധനയുടെ ഊരിയിട്ട് വലിച്ചെറിഞ്ഞതാ കരുണയത്തിന്റെ ഖേദാരമായ റസൂലുള്ളാഹ്. എന്നിട്ട് എനിക്കിത് ഹലാലാണെന്നോ, ഇത് നല്ല വഹയല്ല, ഇവൻ ശൈത്താനാണ്. കണ്ടോ നിങ്ങൾ, ഇബ്ലീസ് ദീപനായി ചെന്നാരെ ഇബ്ലീസ് ചാജിക്ക് ദത്തിയായ ചോവർ. ഇതൊക്കെ പഠിക്കാനാണ് മാല പാടണം, മൗലൂദ് ഓതണം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനൊക്കെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് ഇവർ അനുസ്മരണം നടത്തണം, ആണ്ട് നടത്തണം എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ ഉണ്ടായി ഇബ്ലീസ് തോറ്റുവോ? ഇബ്ലീസിന്റെ ആൾക്കാരെ കിട്ടൂല. അതുകൊണ്ടാണ് ഇബ്ലീസിന്റെ ആൾക്കാരെന്ത് ചെയ്തത്? നിങ്ങൾ മാല വേണ്ട, മൗലൂദ് വേണ്ട, ഉറൂസ് വേണ്ട, നേർച്ച വേണ്ട, ആണ്ട് വേണ്ട, ദിക്ർക്ക് വേണ്ട. അതോ നിങ്ങൾ അതൈറ്റുകൾ കാണിക്കലുണ്ടല്ലോ. ഇബ്ലീസിന്റെ സ്വഭാവം തന്നെയാണോ അത്? നിങ്ങൾക്ക് എവിടെ തിരിയാ? നിങ്ങൾ മരിച്ചു വീട്ടു പോകണം. ഈ ഭാഗത്തൊന്നും ചിലപ്പോൾ ഇല്ലാണ്ട് എൻ്റെ ഭാഗത്ത് നല്ലോണറ്റുകളുണ്ട്. ഇപ്പം ഇങ്ങനെ കുറെ BHS പിടി മറ്റേ പിടിക്ക് കൊടുത്തിട്ടാണ് ഇങ്ങനെ ഏകദേശം ഇപ്പം ഇങ്ങനെ അടക്കം വെച്ച സമയമാണ്. അതേസമയത്ത് പലപ്പോഴും ഒരു മരുവൻ മുജാഹിദ്, ഒരു മകൻ ജമാഅത്ത്, ഒന്ന് അർദ്ധ സുന്നി, ഒന്ന് വക്കുട്ടി സുന്നി, ഇങ്ങനെയൊക്കെ പാട് ആ കോലത്തിലൊക്കെ ഉള്ളപ്പാ. ആ സ്ഥലത്താണ് വാപ്പാന്റെ മയ്യത്തമ്മ അങ്ങനെ ശർക്കരച്ചമ്മ ചോണം കൂടി മരി ഇങ്ങനെ കൂടും കുളിപ്പിച്ചാണ് അങ്ങോട്ട് എടുത്തൊക്കെ അങ്ങോട്ട് ഭയങ്കര ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം തങ്ങൾ പാപ്പട് വന്ന് അല്ലെങ്കിൽ പാകിസ്ഥാൻ വന്നാലും വിട്ടുകൂല. പിന്നെ ആ ഒരൊറ്റ ബോംബ അൽ ഫാത്തിഹ ഇതൊന്നും ചെല്ലിനോട് കൂടെ കൂടിയ മുഴുവൻ സുന്നികളും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എല്ലാ ചീത്തമാരത്തോട്ടും പഠിച്ചോനെ കാവരുണ്ട്. അതാ പോണേക്ക് നോക്കാണ് നിങ്ങൾ. സാവും തേച്ചതിന് മുമ്പ് ചളി പോണമായിരിക്കാം ആട് പൂണാണോ എന്താ ശൈത്താനത്തോട് കാവൽ ചോദിച്ചില്ലേ? ഇനി പെറ്റ മലായിക്കത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിങ്ങൾ അല്ലാഹീൻ ആമീൻ. പിന്നെ ദ്വാരക്ക പക്ക സുന്നികൾ മാത്രം. മറ്റേറ്റ് കാണാ പട്ടി തൊട്ട കലമാരി വിട്ട് അതതിന്റെ അശ്ലി സ്വഭാവമാണ്. ഞാൻ പറയണൊക്കെ മനസ്സിലാവുണ്ടാവുമല്ലോ. അതായത് ഓസുല്ലാതെ പറ്റിക്കാൻ നിങ്ങൾക്ക് ശറവൊന്നും ബാധകമല്ല. നിങ്ങൾ വലിയ ഷെയ്ഖല്ലേ, കുടുങ്ങിയ സമയത്തുമാണ്, മരുഭൂമിയിലുമാണ്, വല്ലാത്ത ദാഹമുണ്ട്, നിങ്ങൾക്കിത് ഹലാലാണ്. നമ്മളൊക്കെ ആണെങ്കിൽ കുഞ്ഞാപ്പോടായിട്ട് ഞാൻ വലിയ ഷെയ്ഖും മുറബിയും അതിൻ്റെ അപ്പുറത്ത് കഴിക്കണപ്പോന്ന് എന്ത് ഞമ്മക്കല്ല വഹി കിട്ടിയത് ഹലാലാണെന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ശറവുള്ള നിമില്ല. ഇതാണ് ജാഹിലികൾ ഷെയ്ഖന്മാരായ ഉണ്ടാകുക. പിന്നെ അച്ചടക്കമുള്ള അദബും കുരുത്തുള്ള ഉസ്താദന്മാരെന്ന് ഓതി പഠിക്കാം. ഉസ്താദന്മാരെ കുരുത്തും പറ്റും വാങ്ങും ചെയ്യാം. അങ്ങനെയുണ്ട്. ഉസ്താദ് മാത്രം അതൊരു ശിഷ്യൻ നന്നായിക്കൊള്ളുന്നില്ല. ആ ഉസ്താദിൽ നിന്ന് ഗുരുത്വം ശിഷ്യൻ വാങ്ങണം. അല്ല നമ്മൾ ശിഷ്യന്മാരൊക്കെ അക്കൗണ്ട് ഉൾപ്പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട ഓസുല്ലാലമ്മ വാങ്ങിയതാണ്, അങ്ങോട്ടേക്ക് കിടക്കുന്നില്ല. കുട്ടികളൊക്കെ ചരിത്രം പഠിക്കണം. ഓസുല്ലാലം എന്തുകൊണ്ട് ഓസുല്ലാലമായി? ബഗ്ദാദിൽ കിടക്കണം മൊയ്തീശേഖനെ എന്തിനെ താനൂരിൽ കിടക്കണം നമ്മൾ വിളിക്കണത്? നമ്മൾ എന്തിനാ പൈസ ഉണ്ടാക്കി ബഗ്ദാദിക്ക് സിയാറത്തിന് പോണത്? എന്തിനാ ബദർ മൗലൂദ് ചെല്ലണത്? എന്തിനാ മൊയ്തീശേഖന്റെ മൗലൂദ് ചെല്ലുന്നത്? ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മളെ നല്ല റോൾ മോഡലുകൾ തെളിഞ്ഞു വരും. ആ റോൾ മോഡലുകളെ നോക്കിയിട്ട് നമ്മൾ അനുകരിക്കും. ഇതൊന്നും പാടില്ല എന്ന് മറ്റോര് പറയും. അതിനാണ് ഒരു ചരിത്രം ഒന്നും വേണ്ടാന്ന് പറയുന്നത്. ചരിത്രം പഠിച്ചാൽ ആളുകൾ നന്നാകും, വെളിച്ചത്തിന്റെ ആളുകളാകും. ഇവർ വെളിച്ചത്തിന് ശത്രുക്കളാണ്. തമസ്സല്ലോ സുഖപ്രദം, വെളിച്ചം ദുഃഖമാണുണ്ണി. ഇത് പഠിപ്പിക്കുന്ന ആളുകളാണ് ബിദ്അത്തുകാരിരിക്കട്ടെ. മൂന്നാമത് ബഹുമാനപ്പെട്ട ഓസുല്ലാലം പറയുന്നു, ബഗ്ദാദിലെ വല്ലാത്ത രാത്രിയാണ്.
കൂരിരുട്ടുള്ള രാത്രിയിൽ കരിമ്പടം പുതച്ചുകൊണ്ടാണ് എല്ലാവരും കിടന്നുറങ്ങുന്നത്. ആ സമയത്ത് ഒരു കുളത്തിന്റെ വക്കിൽ ഒരു സത്രത്തിൽ താമസിച്ചു. അത് ശക്തമായ തണുപ്പിൽ ഒന്ന് ഇരുന്ന് കണ്ണൊന്ന് മയങ്ങിയപ്പോൾ അവർക്ക് സ്വാഭാവികമായും കുളി വുജൂബായി. മസ്അല പ്രകാരം സുബഹി നിസ്കരിക്കാൻ കുളിച്ചേച്ചാൽ മതി. പക്ഷെ ഒരു സെക്കൻഡ് പോലും അശുദ്ധിക്കാരനായി നിന്നുകൂടാ. ഇതാണ് ദീന് പറയുന്നത്, ഇതാണ് ത്വരീഖത്ത് പറയുന്നത്, ഇതാണ് ആത്മീയത പറയുന്നത്. പക്ഷെ ശരീരം പറയുന്നതോ ഈ തണുപ്പത്തോ കുളിക്കേ ഇതൊന്നും കൂടി ഞാൻ കടന്നുറങ്ങിക്കോ, സുബഹിക്ക് നീച്ച പോരെ. അതാണ് ഇച്ഛ പറയുന്നത്. പക്ഷേ ഓസുല്ലാലും ഇച്ഛയെ മറികടന്നു. അതിന് അവസാനമായി നിവാർത്തി ഞാൻ പറഞ്ഞത്, നേരെ പോയി കുളിച്ചു, വെള്ളം കടിച്ചു എന്നാ പറയുന്നത്. അത്രയും തണുപ്പാണ്. ഐസ് പോലും അല്ല, വെള്ളം പോലും, ഡീസൽ പോലും, പെട്രോൾ പോലും, വെളിച്ചെണ്ണ പോലും ഉറച്ചു പോകുന്ന രീതി തണുപ്പുണ്ട് ഗൾഫിലൊക്കെ. ആ രീതിയിൽ ഉറച്ചുപോയ സമയത്ത് കുളിച്ചു, കിടുകിടാ വർക്കാണ്. ആ ക്ഷീണത്തിൽ ഒന്നുകൂടെ വണ്ണ് മയങ്ങിയപ്പോൾ വീണ്ടും മതാ സ്വപ്നസ്കരണം വരുന്നു. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? സുബൈവാഗോട് കൊടുക്കട്ടെ, കലാണിന് മുമ്പൊക്കെ നിക്കരിച്ച അല്ല, കലാന് മുമ്പ് നിക്കരിച്ച പോലെ അല്ലേ മുടിയേറെ അവർക്ക് സൂര്യ നിൽക്കുന്ന മുമ്പ് നിക്കരിച്ച പോലെ നമ്മളങ്ങനെ മസാല എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാറ്. നാളിപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞിട്ട്, അല്ല ഉസ്താദ് സംഗതി ഇപ്പം ഇങ്ങനെ ഈ അസർ മാരുവിക്ക് ജമ്മാക്കാൻ വലിയ മാർഗം കൊണ്ട് ചോദിച്ചു. അസറ് മാരുവിക്ക് ജമ്മാക്കാൻ, അപ്പൊ അത് കേട്ട മറ്റു പറഞ്ഞ അതൊക്കെ പിന്നെയും സഹിച്ച ഈ സുബൈ ജമ്മാക്കാൻ വലിയ മാർഗം കൊണ്ട് ചോദിച്ചു. കാരണം ഈ തണുപ്പിലിങ്ങനെ ഈ നേരെ ഇരിച്ചാൽ നിക്കരിച്ച സുബൈ നൂർക്കാണ്ട് ജമ്മാക്കാം, അല്ലെങ്കിൽ ഈശാക്ക് ഇങ്ങോട്ട് ജമ്മാക്കാം. നമ്മളെങ്ങനെയെങ്കിലും ഒക്കെ ജമ്മാക്കാനോ ജാമാക്കാനോ ഒക്കെ മാർഗം ഉണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണ്. ഇതല്ല യഥാർത്ഥ ത്വരീഖ് എന്ന് പറഞ്ഞാൽ. കുളിച്ചു വീണ്ടും എത്ര തവണ ലാസ്റ്റ് ഓസുല്ലാദം പറഞ്ഞു, ഞാൻ മരിക്കുമെന്ന ഘട്ടം വരെ എത്തി. 40 വട്ടം ജനാബത്തുണ്ടായേരെ, 40 വട്ടം ഓരൂരാ കുളിച്ചോവർ റബ്ബാനി വൽഗൗസ് സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തിൻ യാ അല്ലാഹ്. ഇതാണ് വികാരത്തെ വിവേകം കൊണ്ട് നിയന്ത്രിക്കുക. വിവേകം മുന്നിൽ നിൽക്കുന്നു, വികാരം താഴെ പോകുന്നു, ആത്മീയത പൊന്തി നിൽക്കുന്നു, ഭൗതികത താഴ്ന്നു പോകുന്നു. ശരീരത്തിന്റെ താല്പര്യങ്ങളും മനസ്സിന്റെ ഇച്ഛകളും പുറകോട്ട് തള്ളി മാറ്റി റബ്ബിന്റെ പൊരുത്തവും ആത്മീയമായ നേതൃത്വവും മുന്നിലേക്ക് വരുന്നു. അങ്ങനെ വന്നാൽ മലായിക്കത്തിനേക്കാൾ ഊപ്പറാവും, സൂപ്പറോ രണ്ടും. മലായിക്കത്തിനേക്കാൾ ഊപ്പറും സൂപ്പറാവും. അത് ഏറ്റവും മുകളിൽ പോവാണ്, ടോപ്പിൽ പോവാണ്. അല്ലാഹു മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. തിരിച്ചാണ് വെക്കുക. ഒരു ഭാഗത്ത് നമ്മളെ താല്പര്യം വന്നു. ഇനി പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പം കേൾക്കാൻ നല്ല സുഖമുണ്ട്, ഇതിനെ പറ്റിയാണ് നമ്മൾ കേട്ടുകൊടുത്താൽ മതി. ബാക്കി മുപ്പരിട്ട് അങ്ങനെ ആ രീതിയിലല്ല ആ സംഗതി പറഞ്ഞൊക്കെ കാര്യം തന്നെയാണ്. ഇനി നമ്മൾ മേത്തുക്കൊന്ന് എടുത്തു നോക്കുക. എന്നാൽ മേത്ത് എടുക്കുമ്പോഴാണ് വിഷയം. അപ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് വിവേകം വന്നു, ദീനുണ്ട് നിയമം, ഒരു ഭാഗത്ത് വികാരവും വന്നു. ഏതിനാണ് നമ്മളൊക്കെ പ്രാമുഖ്യം കൊടുക്കുക? ഈ മോദി ശേഖന്റെ അവസ്ഥ ഉണ്ടായത് എനിക്കൊക്കെ കാണിക്കുക. എന്താ ചെയ്യുക? ബഗ്ദാദിൽ തണുപ്പൊന്നും പേരണ്ട. ഇവിടെ ഇപ്പം മകരമാസത്തിൽ മരം കോച്ചുന്ന തണുപ്പുണ്ട്. ഇപ്പൊ ഒന്നുമില്ല. പഴയകാലത്തുണ്ടായിരുന്ന തണുപ്പ്. ആ തണുപ്പ് വരുമ്പോ തന്നെ ഉസ്താദെ സുബ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറിയ മാറ്റം നമ്മൾ ആഗ്രഹിക്കും. താജു നിക്കർഷണോ തന്നെ ഒന്ന് ഇപ്പൊ പിന്നെ ഹീറ്ററായി ചൂടാക്കാൻ വെള്ളമൊക്കെ, എന്നിട്ട് തന്നെ ഇപ്പൊ താജു നിക്കർഷനോട് എത്രയുള്ളത്? എന്താ താജുവിനോട് ആർക്കും വെറുപ്പില്ലല്ലോ. പിന്നെന്താ? അതാ ഉറക്കിന്റെ ക്ലൈമാക്സ് ആണ് പൊന്നാര മൊയ്ലിയാരെ. അവിടെയാണ് ഇപ്പോൾ ഉള്ള അറിയിപ്പുകൾ. ഇതൊരു ഉദാഹരണം ഞാൻ പറയാണ്. അതേപോലെ ജമാഅത്തിന് പള്ളിയിൽ വരണം. നമ്മളെ തൊട്ടടുത്ത പള്ളിയുണ്ട്. പണ്ടൊക്കെ കിലോമീറ്റർ കണക്ക് നടന്നു പോകണം. ഇപ്പൊ നമുക്ക് കിലോമീറ്റർ പോയിട്ട് മീറ്ററിനല്ല, അത്ര അടുത്ത പള്ളിയാണ്. ബാങ്ക് അസ്സലാത്തു ഖൈറുൻ മിന്നഹു എന്ന് ചൊല്ലുമ്പോ കേൾക്കുന്നുണ്ട്.
എന്നിട്ട് ജമാഅത്ത് ഇവിടെ അല്ലട്ടോ, ഇവിടെയൊക്കെ എല്ലാ ആൾക്കാരുടെ പരിസരത്തുള്ളവരൊക്കെ ജമാഅത്തിന് 5 വക്തിന് വരുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ പറയേണ്ടത്. കാരണം കുറച്ചു നേരം കൂടി ഒരു 10-20 മിനിറ്റ് കൂടി നിങ്ങൾ പൊരുത്തപ്പെട്ട് നിൽക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം. പക്ഷെ പല ഭാഗത്തും ചിന്തിച്ചു നോക്കിയോ, സുബൈക്കൊക്കെ ജമാഅത്തിന് ആൾക്കാർ വളരെ ഇവിടെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ എന്തുള്ളൂ ജമാഅത്ത് ഉഷാറോ. ഞാൻ പറയണത് എന്താ, നിങ്ങൾ ജമാഅത്തോട് ആർക്കും വൈരാഗ്യമല്ല, പള്ളിനോട് ആർക്കും വെറുപ്പില്ല, ഇമാമിനോട് എല്ലാവർക്കും താല്പര്യ. പക്ഷേ സുബൈക്ക് ജമാഅത്തിന് വരുന്നില്ല. എന്തേ കാരണം? ഒരു ഭാഗത്ത് വികാരം, ഉറക്കെന്ന വികാരം, മറ്റൊരു ഭാഗത്ത് വിവേകം, ആത്മീയത. ആരാണ് കൂടുതൽ? ഞാൻ ചോദിക്കുന്നു, ഉമ്മമാരോട് ഞാൻ ചോദിക്കുന്നു. ഇപ്പൊ അവിടെ ഒറ്റ പെണ്ണിന് ഞാൻ കാണില്ല. പെണ്ണുങ്ങൾ കുറെ ഉണ്ട്, ഞങ്ങൾ പാപ്പ ഇടക്ക് പറയാറുണ്ട്. അൽഹംദുലില്ലാ കുറെ സഹോദരന്മാർക്ക് വരാറുണ്ട്. അതുണ്ടെന്ന് തിരിയലപ്പോഴാ ചോറ്റുമ്പോൾ എണ്ണം പോകുമ്പോഴാ. അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, ആണുങ്ങൾ നോക്കി ബാക്കിയൊന്നും എത്രയൊക്കെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും എന്തേപ്പാ മറയിൽ നിൽക്കണം, ഓർക്കും വെളിച്ചത്തിന് വന്നൂടെ? അല്ല, ആണും പെണ്ണും ഇടകലരാൻ പാടില്ല, അന്യാണും അന്യ പെണ്ണും തമ്മിൽ കാണാൻ പാടില്ല. ഇനി അഥവാ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ് തന്നെ മറ വെക്കണം, രണ്ടാക്കും 2 ഭാഗം പോണം. ഇതൊരു ഇസ്ലാമിന്റെ നിയമമാണ്, ഒരു വിവേകപരമായ ചിന്തയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ ചിന്ത ഈ വഴലിന്റെ വേദിയിൽ മാത്രം മതിയോ? കല്യാണത്തിന് വേണ്ടേ? സൽക്കാരത്തിൽ വേണ്ടേ? അങ്ങാടിയിൽ വേണ്ടേ? പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഇത് വേണ്ടേ? പക്ഷെ ഇന്നത്തെ ചുറ്റുപാടനുസരിച്ച് നമ്മൾ എങ്ങനെ ഇപ്പൊ ഇത് ചെയ്യാറുള്ളത്? കുറ്റപ്പെടുത്തല്ല, അല്ലാന്നുമല്ല, ഒരു ബാധ്യത ഞാൻ നിർവഹിക്കുകയാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇപ്പൊ നമ്മൾ നടത്തുന്ന സന്തോഷത്തിന്റെ ഘട്ടങ്ങളും സന്താപത്തിന്റെ വശങ്ങളും ഏതെടുത്തു വയ്ക്കാലും എല്ലാം നമ്മൾ അള്ളാന്റെ ദീന് നോക്കിയിട്ടല്ല ചെയ്യണം. നമ്മളെന്ന് പറയുമ്പോൾ നിങ്ങളെ പറ്റിയല്ല കേട്ടോ, ഈ നാട്ടുകാരെ പറ്റി ഒരു കുറ്റം ഞാൻ പറയില്ല. ഞാൻ ഇടയ്ക്ക് ഇഞ്ഞും വരുന്നത് അവിടെ അതിനകത്ത് വല്ല കുറ്റം പറഞ്ഞാൽ പുറമുള്ളവരെ പറ്റി നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ഇരുന്ന് വരുള്ളൂ ഇവിടെ. പിന്നെ ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ധൈര്യത്തിൽ അങ്ങനെ പറയുകയാണ്. ഇപ്പോൾ ഇല്ലെങ്കിൽ അല്പം ഇങ്ങനെ എന്നാലും ഇനി നമുക്ക് കാണേണ്ടി വരും. മറ്റേ ഞാനാണ് കേൾക്കുമ്പോൾ അയാളെന്തോ കുറേ കുറ്റം പറയും, ഇനിയിപ്പോൾ നമുക്ക് ഇത് പറയും. പക്ഷെ ഞാൻ കുറ്റാണോ അല്ലെന്നുള്ള സ്വന്തം ഒരു സെൽഫ് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ് അല്ലേ. ഒന്ന് നോക്കാണ്, എത്ര പുണ്യുള്ള പരിപാടിയാ കല്യാണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ദേഹേച്ഛ കൊണ്ടും നമ്മൾ വികാരം കൊണ്ടും നമ്മൾ നാട്ടു നടപ്പും കൊണ്ടും അടിയരപ്പ സത്യം. നീ ഇവിടുത്തെ കല്യാണം എനിക്ക് അറിഞ്ഞൂടാ, ഇന്ത്യക്ക് ഭാഗത്തിലെ കല്യാണം ഞാൻ പറയണത്. ഇനി ഒരു പടച്ചോന്റെ ഒക്കെ ഒന്ന് കൂലി കിട്ടണം വിചാരിച്ച് കണ്ട് കല്യാണം നടത്തുന്ന എത്ര ആൾക്കാരുണ്ട്. പടച്ചോന്റെ ഒക്കെ ഒന്ന് കൂലിട്ടാനാ. ഇതൊരു മുത്തുനബിന്റെ സുന്നത്താ, വലിയ കൂലുള്ള കാര്യമാണ്. ഇങ്ങനെ ഞാൻ ഇപ്പൊ ഈ വയസ്സ് താടി നിറച്ച വയസ്സന്മാരോട് ചോദിക്കങ്ങളാ നീയത്തിച്ച് കാണ്ട് പെണ്ണെട്ടിക്കണമെന്ന് വെച്ചാൽ പിന്നെ മൂല്യ അങ്ങനെ ചോദിക്കല്ലേ, അങ്ങനെ ചോദിക്കല്ലേ. വലിയ സുന്നത്തല്ലേ? 2 റക്അത്ത് നിസ്കരിക്കണേനേക്കാളും പുണ്യല്ലേ? ഒരു വ്യാഴാഴ്ച തിങ്കളാഴ്ച നോമ്പ് എടുക്കണേക്കാളും പുണ്യല്ലേ? പെണ്ണിട്ടാർ നിങ്ങൾ ചോദിച്ച വെറും പരിപാടി അല്ലല്ലോ ഇപ്പൊ. അത് വലിയ കൂലിയാ. ചില്ലറിയപ്പത് ആ നിക്കാഹിനെങ്ങനെ ഇരിക്കണ സമയത്ത് മൊല്ലാക്കോദന ഖുത്ബല്ലേ, ആ ഖുത്ബയിൽ ഹദീസപ്പ ഞാൻ ഓതിയത് ഒരാളൊരു പെണ്ണിനെ നിക്കാഹ് ചെയ്താൽ, ഒരു പെണ്ണെ നിക്കാഹ് ചെയ്താൽ ഫഖദ് അഖ്റസ തുലുസൈ ദീനിഹി, അവനും അവന്റെ പടച്ചോനും തമ്മിലുള്ള ബന്ധത്തിന്റെ 65% പൂർത്തിയാക്കിയെന്ന. തറാവിക്കച്ച കിട്ടുക കൂലി, അൽക്കഫോജ കിട്ടുക കൂലി, താജുദ് കിട്ടുക കൂലി. ഭയങ്കര പുണ്യമുള്ള കാര്യമാണ്. 65 മാർക്കുള്ള അമലാണ്. ഇനി ബാക്കി നോക്കിയാ മതി. പക്ഷെ ഇത്ര പുണ്യമുള്ള ഒരു കാര്യമായിട്ട് അതിന്റെ ഷർത്ത് പോവാണ്ടപ്പോ നമ്മളൊക്കെ നിക്കാന് വിളിച്ചാ പോകലില്ലേ? ഇപ്പൊ സലാം ഉസ്താദ് കല്യാണം പറഞ്ഞ് അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, സന്തോഷം നടത്താൻ തൗഫീഖ് ഉണ്ടാകട്ടെ. നമ്മൾ നിക്കാഹുണ്ടെന്ന് പറയുമ്പോഴേക്ക് പോവുകയാണ്. വെള്ളിയാഴ്ച ഞായറാഴ്ച എവിടെയൊക്കെ പറഞ്ഞതാ. അങ്ങനെ പോയിട്ട് ഇത് നിക്കാഹിന് പോയത്, ഓൻ വിളിച്ചതാ, അപ്പൊ പോയതാ. എന്തിനിപ്പോ നമ്മൾ പോയത്? നിക്കാഹ് എന്ന് പറയുന്ന കാര്യം നടക്കുമ്പോ അതിന് സാക്ഷികളാകൽ സുന്നത്താ. 2 സാക്ഷി നിർബന്ധമുള്ളൂ. പക്ഷെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അവിടെ പോകൽ സുന്നത്തുണ്ട്. റായത്ത് സുന്നത്തില്ലേ, സലാം അടക്കൽ സുന്നത്തില്ലേ, സലാം പറയുന്ന സുന്നത്തില്ലേ. ഇതുപോലെ നിക്കാഹിന് സാക്ഷികളാകൽ, നിക്കാഹ് പരസ്യപ്പെടുത്തണം.
ആ പരസ്യപ്പെടുത്തി നിക്കാഹിന് സാക്ഷികളാണ്. പക്ഷേ നമ്മൾ മിക്കവാറും ആ സാക്ഷിയായി ഒപ്പിടുന്ന ആളെന്നെ സാക്ഷിയാകില്ല. പലപ്പോഴും അങ്ങനെ ഉണ്ടാകുക. നമ്മൾ നിക്കാക്കട കഴിഞ്ഞ് ചണ്ടിപ്പരിപ്പ് മുന്തിരി കൊടുക്കുന്ന തിരക്കിലെ വേണ്ട. അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരാ പുതിയ ഭാഗത്ത് നിന്ന് ആരാ ഒപ്പ്, അപ്പോൾ ഒരാളിങ്ങനെ അജിയിട്ട് ഇനിയിപ്പോൾ പുതിയാപ്പുള്ള ഭാഗത്ത് ഒപ്പ്. അപ്പോൾ ചായയും കൊണ്ട് പോകുന്നുണ്ട് മറ്റേ വേമാരി അവിടെ ഒരു ഒപ്പിട്ട ഓൻ നിക്കാഹ് കേട്ടിട്ടല്ല, ഓനാണ് ഈ രജിസ്റ്ററിൽ ഒപ്പിടുന്നത്. കള്ള ഒപ്പല്ല എട്ടുകൾ ആലോചിക്കുക. ഇവിടെ അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തും നടക്കുന്നുണ്ട്, പലയിടത്തും നടക്കണാണ്. സത്യത്തിൽ ഈ നിക്കാഹ് കേൾക്കണ്ടേ, കാണണ്ടേ. കണ്ണ് കാണാത്ത സാക്ഷിക്ക് പറ്റൂല എന്നല്ലുള്ളത് നിക്കാഹിന്റെ വിഷയത്തിൽ. അപ്പൊ ആ നിക്കാഹ് കാണണം, കേൾക്കണം. നമ്മളെ പുതിയാപ്പൾക്കും അമ്മോഷന് തകരാറുണ്ട്. പീടിയക്കൊലയുമൊന്നും പള്ളിന്റെ ജലപൊടിയൊക്കെ കൂടുമ്പോ 18 ആൾ ഒച്ചയാണ്, ഭയങ്കര. ഞാൻ ആരാ എനിക്കണറിയും. ഒരു കെട്ട് പപ്പടം പൊരിച്ച ഒറ്റ ചോട്ട് പൊട്ടിച്ചാളാ ഞാൻ നിൽക്കണ വലിയ കുടൂസലക്കട എങ്ങനെയാ. എന്നിട്ടോ പുതിയാപ്പളയുടെ ഇരുന്ന് നോക്കുമ്പോ ഒരു കുസൂസും ഇത്ര മാനക്കേടുള്ള എനിക്ക് ജീവിതം നടക്കേണ്ടി. നിങ്ങൾ ഇത് കേൾക്കണ്ടേ, അടുത്തിരിക്കുന്ന 4 ആൾ കേൾക്കണ്ടേ. ആ കേൾക്കണ കോലത്തിൽ പുതിയാപ്പള ചെല്ലണമില്ല, അമ്മോശം ചൊല്ലി കൊടുക്കണമില്ല. പിന്നെ ഉസ്താദന്മാരോട് പറയല ഉറക്ക ചെല്ല്. അപ്പൊ ഉറക്ക ചെല്ല് എന്ന് പറഞ്ഞ കേൾക്കും, അപ്പോഴും ചെല്ലണ കേൾക്കൂല. ഇത് സംഗതി ആരാധായി കിട്ടണ്ടേ. അതുകൊണ്ടൊക്കെയാണോ നമ്മളിപ്പത്തെ മക്കളെ പേക്കണോ അല്ല കാക്കടല്ല. അസിലിങ്ങനെ തുടങ്ങേണ്ട വിത്തനെ കുത്തു വീണാൽ എങ്ങനെ? അപ്പൊ നമ്മളത് ഉറക്കെ പറയണം. എന്നിട്ട് പരിസരത്തിന്റെ ആൾക്കാർ കേൾക്കണം. ആ കേൾക്കണോ ഒപ്പിടണം. അതിന് ഹാജരാകല് സുന്നത്താണ്. ആ സുന്നത്ത് മാത്രല്ല, ആ നിക്കാഹിന് ഇരിക്കുന്ന പുതിയാപ്പഴക്ക് സുന്നത്ത് നിസ്കാരല്ലേ. പള്ളിക്ക് തയ്യത്തല്ലേ ഞാൻ പറഞ്ഞേ. നിക്കാഹ് ചെയ്യണതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. പുതിയാപ്പൾക്ക് അങ്ങനെ സുന്നത്തുണ്ട്. പുതിയാപ്പൾക്ക് മാത്രമല്ല, വലിയനും സുന്നത്തുണ്ട്, അമ്മോശന് സുന്നത്തുണ്ട്. ഈ ക്ലാസ് എടുത്തപ്പോൾ എന്നോട് എൻ്റെ നാടിൻ്റെ ഭാഗത്ത് നിന്ന് വയസ്സേക്കാരനൂർ പറഞ്ഞ പൊന്നാര സക്കാപ്പി, നിങ്ങളിപ്പോൾ ഇത് വെള്ളറിഞ്ഞു നോക്കുമ്പം നമ്മൾ നിൽക്കാതൊന്നും ഇപ്പം ശരിയായ കോലം കാണില്ല. കാരണം ഈ പറഞ്ഞ സുന്നത്തൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ആ സുന്നത്തൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അയച്ചാൻ കൊച്ചൊന്ന് കെട്ടാൻ പറ്റുമോ എന്നാ ഉപ്പര ചോദ്യം. നിങ്ങൾ രണ്ടാമത് കെട്ടാൻ പറ്റുമോ? ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയല്ലോ. ഞാൻ പറഞ്ഞെന്താ, നിങ്ങൾ ആ രീതിയിലെല്ലാം നോക്കിയിട്ട് നടത്തേണ്ട ഒരു പുണ്യകർമ്മമാണ് സത്യത്തിൽ കല്യാണം. അതുകൊണ്ടാ പള്ളിനാക്കാൻ പറഞ്ഞത്. എന്തിനത് പള്ളിനാക്കാൻ? നിക്കാഹിന്റെ സുന്നത്തപ്പെട്ട ഒന്നാണല്ലോ എന്ത്? വെള്ളിയാഴ്ച ആകുക, ശവ്വാലാകുക, പള്ളിക്കന്നാകുക, രാവിലെ ആകുക. ശവ്വാല് പിന്നെ നമുക്ക് എല്ലാവരും ഒത്തു കുട്ടൂല ചോദിച്ചു. അത് ഗൾഫിൽ നിന്ന് വരലും പോകാനും പുതിയണ്ടും കാണാനും പറ്റലും പിടിച്ചലും ഒക്കെ പാടെ ആകുമ്പോഴേക്കും ചിലപ്പം മാസം നിൽപ്പും. പള്ളിയിലാക്കി കൂടെ, വെള്ളിയാഴ്ച ആയിക്കൂടെ. നമുക്കെന്തോ ആദമിനോട് വൈരാഗ്യമുള്ള മാതിരി. ഇനി വാക്യത്തിന് ഞായറാഴ്ച, അതൊക്കെ പറയുന്ന ദിവസം. ഇനി ആ ദിവസം വെള്ളിയാഴ്ച വെച്ചത്തന്നെ രാവിലെ പറ്റൂല. അതെല്ലാം കഴിഞ്ഞിക്കാണ്ട് ആ അസർ കഴിഞ്ഞിക്കാണ്ടേ നടത്തുള്ളൂ. ഇവിടുത്തത് എനിക്കറിയില്ല, ഞാൻ ആദ്യം മുൻകൂർ ജാമ്യം എടുത്തിക്കണം. വേണ്ട എന്താണ് പള്ളിനാകൽ എന്തിനു വേണ്ടിയാ? ഇത് 2 ഭാഗത്തുമുള്ള വലിയ മാറ്റങ്ങളുള്ള 2 കുടുംബത്തിനെ വിളക്കി ചേർക്കാൻ പോവുകയാണ്. ഒരു പുതിയ കുടുംബം ഉത്ഭവിക്കാൻ പോവുകയാണ്. അതിനാ തങ്ങന്മാരെ വിളിക്കണം എന്തിനാ? ഒരു സഖാഫിയായ ഞാന് സഖാഫിയും നിസാമിയും കാമിൽ സഖാഫിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷെ എനിക്കും നിക്കാഹ് ചൊല്ലിത്തരാനേ ഉസ്താദ് വരികയാണ്. എന്തേ, ഞാനത്ര നിക്കാഹ് ചൊല്ലിക്കൊടുത്തതാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പള്ളിക്കരിയാന് അന്ന് ഖത്തീബാണ്, ഇപ്പൊ അവിടുത്തെ ഖാദിയാണ്. അതേ സമയത്ത് ആ ചൊല്ലിക്കൊടുത്ത് എനിക്കും ഉസ്താദ് ചൊല്ലിത്തരാണ്. എന്തിനാണ്? ഇതൊരു വല്ലാത്ത ബന്ധാണ് നടക്കാൻ പോണത്. ഒരു പുതിയ തലമുറയുടെ സൃഷ്ടിപ്പാ നടക്കാനിരിക്കുന്നത്. ആ പുതിയ തലമുറയുടെ സൃഷ്ടിപ്പിന്റെ തുടക്കം ആ ബന്ധം നടക്കുമ്പോൾ മനസ്സും തമ്മിൽ ഇണങ്ങണം. കുടുംബവും തമ്മിൽ യോജിക്കണം. പുതിയണ്ണും പുതിയാപ്പളയും തമ്മിൽ യോജിക്കണം. അമ്മായിമ്മയും മരുമകളും തമ്മിൽ യോജിപ്പ് വേണം. മോശം കാക്കയും മരുമകളും തമ്മിൽ യോജിപ്പ് വേണം. അമ്മായിമ്മയും മരുമകനും തമ്മിൽ യോജിപ്പ് വേണം. അളിയനും കോമ്പിയാകാൻ പാടില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെങ്ങാനും വെക്കാനും കൂടാനും പാടില്ല. ഈ ബന്ധം മരണം വരെ തുടരണോ? മരണശേഷം ഖബറിലും എത്തണോ, സ്വർഗത്തിലും എത്തണം. അല്ലാഹു നമ്മുടെയൊക്കെ കുടുംബജീവിതം ആ രൂപത്തിലാക്കി തരട്ടെ. ആ ഒരു
ബന്ധം ആരാണ് നടത്തുന്നത്? ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ മഹബത്ത് ഉണ്ടാക്കുന്നതും വിട്ടുവീഴ്ചയുടെ മനസ്സ് കൊടുക്കുന്നതും പിണറായി സർക്കാരല്ല, അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരല്ല, IAS ഡിഗ്രിയോ IPS ഡിഗ്രിയോ അല്ല. എല്ലാം കൊടുക്കുന്നത് വജഅല ബൈനകും മവദ്ദതം വറഹ്മ. പെണ്ണുങ്ങളെ പഠിച്ചു വച്ചോളി, ഈ മാനസികമായ ബന്ധമുണ്ടാക്കിയെടുക്കുന്ന പടച്ച തമ്പുരാനാണ്. ആ റബ്ബിനെ സ്നേഹിക്കണം, ആ റബ്ബിനെ വഴിപ്പെടണം, ആ റബ്ബ് പറഞ്ഞത് കേൾക്കണം. ആ റബ്ബിന്റെ മുമ്പിൽ വെച്ചിട്ട് ബിസ്മിയും ഹംദും സലാത്തും ചൊല്ലിയിട്ട് റബ്ബിന്റെ ഭവനത്തിൽ നടക്കട്ടെ നിക്കാഹ്. ഇപ്പൊ തിരിഞ്ഞോ? ഓഡിറ്റോറിയം മേമാജിൻ്റെതാ, പൊര പോക്കരാജിൻ്റെതാ, പള്ളി അള്ളാൻ്റെതാണ്. ഉണ്ടാക്കി തന്നത് അറബിയാണ്, സ്ഥലം കൊടുത്തത് മേമാലിയാണ്, പണിയെടുത്തത് പല കളിക്കാരുമാണ്. പക്ഷെ പള്ളി പള്ളിയാക്കിയപ്പോൾ അള്ളാൻ്റെതാണ്. അള്ളാഹുവിന്റെ അടിമയാകുന്ന അബ്ദുൾ റഷീദ് അള്ളാന്റെ അടിമയായ ലുബാബലെ കല്യാണം കഴിക്കുമ്പോ അത് എന്റെ വീടാകുന്ന സഖാഫി മഞ്ചൽ വെച്ച് നടത്തുന്നതിനേക്കാൾ, പത്തപ്പിരിയത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നതിനേക്കാൾ ഏറ്റവും അതിന് അഭികാമ്യമായത് അല്ലാഹുവിനെ ആരാധിക്കുന്ന ഒരു തലമുറയുടെ സൃഷ്ടിപ്പ് അവിടെ നടക്കാൻ പോകുന്നത് അള്ളാന്റെ ഭവനത്തിൽ വെച്ച് തന്നെയാകട്ടെ. അതുകൊണ്ട് നിക്കാഹ് പള്ളിയിൽ വെച്ചാകൽ സുന്നത്താണ്. ഒന്ന്. രണ്ട്, ഈ പള്ളിയിലാകുമ്പോൾ ഒരുവിധ അലപരാധികളൊക്കെ ഒഴിവായി കിട്ടും. പിന്നെ അവിടെ ഉണ്ടാകുന്ന നല്ല മനുഷ്യന്മാരുടെ സാന്നിധ്യ, അപ്പൊ റഹ്മത്തിന്റെ മലൈക്കത്തോട് വരും. പള്ളിയെ ഈ അകത്തെ പള്ളിയിൽ ഗാനമേള നടന്നിട്ടില്ലല്ലോ, ഇല്ല. ഇവിടെ കുച്ചിപ്പുടി ഉണ്ടായിട്ടില്ലല്ലോ, ഇല്ല. ഇവിടെ കിത്താറും മറ്റു സംഗീതോപകരണങ്ങളില്ലല്ലോ, ഇല്ല. ഈ പള്ളിക്ക് ഒരു പെമ്പർന്നോർത്തി വന്നിട്ടില്ലല്ലോ, ഒരു ഹൈന്നുള്ള പെണ്ണ് വന്നിക്കണോ, നിഫാസുള്ള വന്ന് പെണ്ണിക്കണോ, അവരത്തെ കാട്ടിയിട്ട് ആണുങ്ങൾ ആരെങ്കിലും വന്നിക്കണോ? നമ്മളെന്നെ വരുമ്പോഴൊക്കെ 90% ഒന്നോടുകൂടിയല്ലേ വരുന്നത്, നിങ്ങൾ ആലോചിച്ചോക്കാ നിങ്ങൾ. പിന്നെ സുഗന്ധം പൂശിയിട്ടല്ലേ വരുന്നത്, ദുർഗന്ധം ഒഴിവാക്കിയിട്ടല്ലേ വരുന്നത്, തല മറച്ചിട്ടല്ലേ വരുന്നത്, മടക്കിക്കുത്ത് അയച്ചിട്ടിട്ടല്ലേ വരുന്നത്. യാ റബ്ബ് യാ റബ്ബ്. നിങ്ങൾ എന്തത് അള്ളാന്റെ പള്ളിയാണ്, അള്ളാന്റെ വീടാണ്. അള്ളാന്റെ വീടിന്റെ എല്ലാ റെസ്പെക്റ്റും കീപ്പ് ചെയ്ത് എല്ലാം പരിഗണിച്ചിട്ട് കൊണ്ടുള്ള ഒരു സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നു. വിനീതനായ അബ്ദുൾ റഷീദ് സഖാഫി പ്രസംഗിക്കുമ്പോഴും മലക്കുകൾ അത് കേൾക്കുന്നു. ഞാൻ ദുആ ചെയ്യുമ്പോ നിങ്ങൾ ആമീൻ പറയുന്ന പോലെ മലക്കുകളും ആമീൻ പറയുന്നു. എന്ത് നല്ലൊരു സദസ്സ്. അവിടെ വെച്ചിട്ടാണ് വലിയന്റെ കയ്യിൽ പിടിച്ചിട്ട് ഈ പറഞ്ഞ പുതിയാപ്പൾക്ക് വലിയ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ആദ്യം പറയണ വർത്താൻ എന്തേ ഇത് വെറുതെ ദല്ലാരി കൊടുന്ന് കമ്മീഷൻ നടത്താൻ ചെയ്ത പരിപാടിയല്ല, എന്തും ചോറ് മുടുങ്ങാൻ ഉണ്ടാക്കിയ പരിപാടിയല്ല. ഈ പള്ളിയുടെ ഉടമസ്ഥൻ, ഈ വലിയന്റെ ഉടമസ്ഥൻ, ഈ പുതിയാപ്പള്ളിയുടെ ഉടമസ്ഥൻ, ഈ പുതിയണ്ണന്റെ ഉടമസ്ഥൻ, ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു പറഞ്ഞിട്ടാ മോനെ ഈ 10-18 കൊല്ലം തീറ്റി പോറ്റി മരുന്ന് കൊടുത്ത് വിദ്യാഭ്യാസം കൊടുത്ത് എല്ലാ നിലക്കും വിഷമം സഹിച്ച് ഞാൻ ഈ മോളെ പോറ്റുണ്ടാക്കിയിട്ട് ഒന്നിനാത്രം പോന്ന മോളായി അല്ലേ. നോക്കിങ്ങള് ഒരു 18 വയസ്സ് വരെ മോള് എന്ന് പറഞ്ഞാൽ എത്ര തിന്നാൻ കൊടുത്തുകണ് അല്ലേ, എത്ര വിഷമം സഹിച്ചിക്കണ്. ഇപ്പോഴാണ് ഓളെക്കൊണ്ട് ഉപകാരം കിട്ടുന്ന സമയം അല്ലെ. അടുപ്പം കല്ല് ചൂടാക്കാനും ഇസ്തിരിപ്പെട്ടി ഇടാനും ബാപ്പാക്ക് ഖിദ്മത്ത് കൊടുക്കാനും പറ്റിയ സമയം. ആ സമയത്തെ എന്റെ കയ്യിക്കാൻ തീരുകയാണ്. അതിന്റെ മുതലിന്റെ വില മനസ്സിലാക്കിക്കണം. ഈ കിട്ടുന്ന പെണ്ണിന്റെ വാല്യൂ മനസ്സിലാക്കിക്കണം നിങ്ങൾ. അത് മനസ്സിലാക്കണമെങ്കിൽ പെൺകുട്ടികളെ 5 പോറ്റി വാപ്പാന് തിരിയണം. ഒറ്റ ആൺകുട്ടി ഉണ്ടാവും ചേച്ചി. എന്നിട്ട് ആ പെൺകുട്ടികളൊക്കെ അങ്ങനെ കെട്ടിച്ചു കഴിഞ്ഞിട്ട് പാപ്പാക്കും മാക്കും ഒറ്റക്കുണ്ട് പൂമുഖത്ത് വന്നിട്ട് ഒരു ഇരുത്തം 8 പോറ്റി. ഇപ്പൊ ഞമ്മക്കൊരു ആവശ്യം വന്ന് നോക്കുമ്പോ ഒറ്റൊന്നുമില്ല. എന്തേ കരാനോടക്ക് പോയി നോക്കിക്കോങ്ങള്. എന്നിട്ട് ആ പെണ്ണിനെ അപ്പുറത്ത് അമ്മായിമ്മമാരെ ആ പെൺകുട്ടിയെ കണ്ണീരുകൾ കുടിപ്പിക്കുമ്പോ
നിങ്ങളെ വീട്ടിലേക്ക് പുതിയാപ്പ് നിങ്ങളെ മക്കളെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ അടുത്ത് എന്തെങ്കിലും അബദ്ധം കാണുമ്പോഴേക്ക് നിങ്ങളെ പെണ്ണിന് ഒരു കത്തി ഊരുമ്പോ, അല്ലെങ്കിൽ വല്ലാതെ ആഗ്രഹിച്ചിട്ട് സ്വന്തം പുരയ്ക്കൊന്ന് വിരുന്നു പോകാൻ വേണ്ടിയിട്ട് ഗൾഫിലെ ഭർത്താവുള്ളത് ഞാൻ അമ്മന്റെ അടുത്തൊന്ന് പോയറ്റേ എന്ന് അമ്മായിമ്മ നിങ്ങളോട് ചോദിക്കുമ്പോ കയർക്കുന്ന നിങ്ങൾ മനസ്സിന് മനസ്സിലാക്കണം, ഈ 18 കൊല്ലം തീറ്റിപ്പോറ്റുണ്ടാക്കി ആഭരണമടക്കം കൊടുത്തിങ്ങോട്ട് പറഞ്ഞു വിടുക നോക്കിക്കോങ്ങള്. അതുകൊണ്ട് ഈ വാപ്പ ഈ വലിയ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് വന്ന വാക്ക് എന്റെയും നിന്റെയും ഉടമയായ പടച്ചതമ്പുരാൻ, എന്റെയും നിന്റെയും ഖാലിഖായ പടച്ചതമ്പുരാൻ, എന്റെയും നിന്റെയും റാസിഖായ പടച്ചതമ്പുരാൻ, ഈ പള്ളിയുടെ ഉടമസ്ഥനായ പടച്ചതമ്പുരാൻ അവൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് മോനെ എന്റെ മകളെ നിനക്ക് ഞാൻ ഏൽപ്പിക്കുന്നത്. നിങ്ങൾ അവിടെ പറയട്ടെ, വരൻ ഇങ്ങനെ നിങ്ങൾ പടച്ചോനെ പേടിച്ചെന്നല്ലേ, പടച്ചോന്റെ ഭവനത്തിന്നല്ലേ, കണ്ട മൂല്യമാര് തങ്ങന്മാരൊക്കെ അടിയിൽ വെച്ചിട്ടല്ലേ അല്ലോ ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. എന്നിട്ട് അൽ ഫാത്തിഹ വിളിക്കാണ് ഫാത്തിഹ, അവിടെ വിളിക്കൊരു ഫാത്തിഹ. എന്നിട്ട് സകല നേരത്തെ പറഞ്ഞ ശൈത്താനൊക്കെ എണീറ്റ് പോട്ടെ, അല്ലെ കയ്യും പിരിച്ചിട്ട് അവിടെ കൂത്തിരിക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാ, അവിടെ ഉസ്താദ് ദുആർക്കാണ്, മലായിക്ക താമീം പറയൂലേ, ആ കുടുംബം നന്നാകും, ആ തറവാട് മാന്യമായ തറവാടാകും. അതേ സമയം അതിന് പകരം ഓഡിറ്റോറിയങ്ങളിലേക്ക് വെടിമാറി നിക്കാഹുകൾ പോയി, വലിയ കട്ടപതിച്ച മുറ്റങ്ങളിലേക്ക് പണക്കാര വീടുകളിലേക്ക് നിക്കാഹുകൾ മാറി. ഇപ്പറഞ്ഞതുപോലെയുള്ള പടച്ചതമ്പുരാന്റെ നിയമത്തിന് വഴിപ്പെടുന്നതിന് പകരം നാട്ടുനടപ്പിന് കീഴ്പ്പെടാൻ തുടങ്ങി. എന്റെ വെല്ലിമ്മാക്ക് കാണണം, പുതിയ അപ്പുറത്ത് ഹാജറുണ്ടാകണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും നമ്മുടെ ദീനല്ല, വിവേകമല്ല, അത് വികാരമാണ്. പോരായി ഞാൻ നീട്ടിക്കൊണ്ടു പോവല്ല. ആ ബന്ധം തുടങ്ങുന്നിടത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം എന്താണ്? ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ. അമിതമായ ഒരു ചെലവുകളും ഉണ്ടാക്കാൻ പാടില്ലെന്ന ദീനിന്റെ നിയമം. പണം വാരി വിതറുന്ന രീതിയിൽ ഒന്നും നടത്താൻ പാടില്ല. ഒരു ഇഖ്വാനു ശയാത്തീനാണ്, ശൈത്താന്മാരുടെ കൂട്ടാളികളാണ്. നിങ്ങൾക്കല്ല കോടികൾ തന്നിട്ടുണ്ടെങ്കിലും അത് ദൂർത്തടിക്കാൻ വേണ്ടിയല്ലല്ലോ. എന്തേ, എന്റെ വരുമാനം മാസത്തിൽ 10,000 ആണെങ്കിൽ ഈ 10,000-നെ കുറിച്ചല്ല നാളെ ചോദിക്കണം അബ്ദുർ റഷീദിനോട്. 10 ലക്ഷമാണോ അതിനെ കുറിച്ചും അല്ലാഹു തആല ചോദിക്കൂലേ. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു തആല നാളെ ചോദിക്കും, ഉറപ്പല്ലേ? എങ്കിൽ അമിതമായി ചിലവഴിച്ചുകൂടാ. നമ്മളെ കല്യാണം തുടങ്ങുന്നത് തന്നെ തബ്ദീറിലാണ്. എന്തേ, ഇപ്പൊ ഒരു പുതിയ പരിപാടി ഉണ്ട് ഈ ഭാഗത്തുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ മുട്ടായി എടുത്തുക്കണ് കാര്യം, മുട്ടായി എടുത്തുക്കണ് കാര്യം പറിച്ചെങ്ങനെയാണ്. പണ്ടൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സംഗതിയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർപ്പാക്കിയെന്നാ. അപ്പൊ ആ പ്രയോഗം തന്നെ പോയി. മുട്ടായി എടുത്തുക്കണ്, അപ്പൊ കേടുന്നു. അതൊരു സംഭവമാണ്. മുട്ടായി അല്ല കൊടുക്കണത്, ഒരു ബേക്കറി ഒന്നായിട്ടാ. അത് ഏതൊക്കെ ജാതിയരങ്ങൾ? താജ്മഹൽ മോഡൽ, കുത്തുബ് മിനാർ മോഡൽ, ബാബരി മസ്ജിദ് മോഡൽ, ഏതൊക്കെ ജാതി മോഡൽ? കാഴ്ബിയും കുബ്ബേ വരാൻ ബാക്കിയുള്ളൂ എല്ലാം. എന്നിട്ടോ എത്ര? എൻ്റെ 30,000-ന്റെ 40,000-ന്റെ ഒക്കെ മിഠായി കൊണ്ടേ കൊടുക്കാതെ ആകെ കണക്കൂട്ടി 5,000-ന്റെ ഉണ്ടാവുകയുള്ളൂ. പണി മുക്കാ ചോർക്ക് ഇങ്ങനെ പരിപാടി. അതിനായിട്ട് ബേക്കറിക്കാരുണ്ടാക്കി മോഡലിന്റെ ഇത് മുട്ടായി എടുക്കാൻ മുമ്പ് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞു. കാരണാക്ക മുറുക ബാരാണാക്ക മസാല നുറുദുല് പറിച്ചിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാക്കി വെക്ക. എന്നിട്ടോ കണ്ടൊക്കെ തൻ്റെ ഇടമുള്ള കുറച്ചാൾക്കാരെ കാണാൻ പോയിട്ട് ആ കാര്യം ഉറപ്പിച്ചിരുന്നത്. വിഷയങ്ങൾ കാണാൻ ഭംഗിയുണ്ടോ എന്ന് പുതിയാപ്പളം നോക്കും, കോറുകളുണ്ടോ എന്നുള്ള ഉമ്മയും പെങ്ങന്മാരും പോയിട്ട് നോക്കും. അമ്മമാരും വെളാപ്പാരും മുത്തപ്പാരും കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിക്കും. ഇതായത് ഉണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം വല്ല ഏർവാടിക്കും പോണ ഏരിയ മിനി ബസ് വെച്ചിട്ടാ പോണേ. 30 ആള് 40 ആളൊക്കെ. എന്നിട്ട് പുതിയ സാധനം ഉണ്ടല്ലോ, ആയിട്ടില്ല പാകാൻ പോണ സാധനം. നമ്മളെ തുണിഷാപ്പിലൊക്കെ ഉള്ള പ്ലാസ്റ്റിക്കിന്റെ പെണ്ണുങ്ങൾ എടുത്തിക്കണ് ദിവസം സാരിക്ക് മാറ്റിച്ചിട്ട് അത് മാറി ഇങ്ങനെ നിന്ന് കൊടുക്കണം പെണ്ണ്. എന്നിട്ട് ഈ രാഷ്ട്രീയക്കാരൊക്കെ മരിച്ചാണ്ട് റീത്ത് വെക്കിടും ഇങ്ങനെ ശവറ്റിന്റെ മുകളിൽ. എന്നാ കൊണ്ടോണൊക്കെ അങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഓള് ബുദ്ധങ്ങ് നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ പോകുമ്പോഴേക്ക് യാ അള്ളാ തുലാഭാരം പണ്ട് കരുണാകരൻ നടത്തിയ മാതിരി മുട്ടായി കൊണ്ട് കളി ഇങ്ങനെ ഒന്നായിട്ട്. എത്രേ
പതിനായിരങ്ങളുടെ. ഞാൻ ചോദിക്കുന്നു, ഇത് ആരുടെ തീരുമാനം? AP സമസ്ത ഈക്ക് സമസ്ത അംഗീകരിക്കോ? സംസ്ഥാനം അംഗീകരിക്കോ? ദക്ഷിണ അംഗീകരിക്കോ? മുജാഹിദ് അംഗീകരിക്കോ? ജമാഅത്ത് അംഗീകരിക്കോ? ഇൽമുള്ള ഒരാളും അംഗീകരിക്കില്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ഇതിന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് പെണ്ണുങ്ങളാണ്. ഞാൻ തീർത്തു പറയാ. കാരണം പുതിയാപ്പിളക്കാരോട് വലിയ താല്പര്യമൊന്നുമില്ല, ആണുങ്ങൾക്ക് അത് വേണമെന്നൊന്നുമില്ല. നിങ്ങളെ പറഞ്ഞൊന്നുമല്ല, അവിടെ അത്ര കൊടുന്നീന്, ഇവിടെ അത്ര കൊടുന്നീന്. മനുഷ്യനെ മാനം കെടുത്ത ഞാൻ പോകൂല. ഇങ്ങനെ ചിത്താനം പിടിച്ചിട്ട് ഞാൻ ആ ഭാഗം പറഞ്ഞു വന്നപ്പോ പറയാണ്. കാരണം മനുഷ്യൻ അതപ്പതിച്ചാൽ പറയുന്നു, മൃഗത്തെക്കാൾ അതപ്പതിക്കും. എന്തേ? മൃഗത്തിന് ശറഇല്ല, മൃഗത്തിന് നിയമങ്ങളില്ല, മൃഗത്തിന് വിവേകമില്ല. അതേ അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകും. ഏത് മനുഷ്യൻ? വൈവാഹികമായ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള മതം ഇസ്ലാമാണ്, ക്രിസ്തുമതല്ല. ശരിക്കും മനസ്സിലാക്കണം. ക്രിസ്തുമതത്തിൽ ഇത്ര നിയമല്ല, ഹിന്ദു മതത്തിൽ ഇത്ര നിയമല്ല, സിഖ് മതത്തിലില്ല. ഒരു മതം വേണ്ടാന്ന് പറഞ്ഞ കമ്മ്യൂണിസത്തിലും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കാരണന്മാരും കാരണും പറ്റിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു ഹിന്ദു വീട്ടിലെ കല്യാണത്തിൽ ഇങ്ങനെ അനാചാരങ്ങൾ കണ്ടുക്കണം. ഒരു ക്രിസ്തു മതത്തിലെ കല്യാണത്തിൽ മാപ്പിളജാതിന്റെ വീട്ടിലെ കല്യാണത്തിനെ പോലെ തോന്നിവാസങ്ങൾ കണ്ടുക്കണോ? മതം വേണ്ട എന്ന് പറയുന്ന ഏതെങ്കിലും യുക്തിവാദികളെ കല്യാണത്തിന് ഈ കോരത്തിൽ ആർഭാടങ്ങൾ കണ്ടുക്കണോ? അവർക്ക് മൂല്യരെ വേദന എടുക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്നത്. അപ്പൊ ഇവിടെ ഗസാലിമാ തുടക്കത്തിലെ ഇബാറത്ത് എന്തിനാ വായിച്ചെന്ന് ഇപ്പൊ മനസ്സിലായോ? അള്ളാന്റെ റസൂൽ എങ്ങനെ കല്യാണം പഠിപ്പിച്ചു, ഇമാം ഷാഫി തങ്ങൾ എങ്ങനെ പഠിപ്പിച്ചു, മൊയ്തീൻ ശേഖ് എങ്ങനെ പഠിപ്പിച്ചു, മമ്പർത്തെ പാപ്പ എങ്ങനെ പഠിപ്പിച്ചു, ഹാജ വരീബ് നവാസ് എങ്ങനെ പഠിപ്പിച്ചു, നമ്മളെ ആലിമീങ്ങൾ എങ്ങനെ പഠിപ്പിക്കുന്നു. പെണ്ണുങ്ങളെ, നിങ്ങളുടെ അടുക്കളയിലെ തീരുമാനവും അതുപോലെ തന്നെ മുട്ടായിങ്ങളെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിലേക്ക് അത് ചാറ്റ് ചെയ്യലും എന്നിട്ട് അഭിമാനം കൊള്ളലും, ഇതാണോ ദീന്? ഇതാണോ വിവേകം? ഇതാണോ വികാരം? വേഷത്തെ കുറിച്ച് ഞാൻ പറയണില്ല. പലപ്പോഴും പുതിയണ്ണിനെ ചമയിപ്പിക്കാൻ വേണ്ടി ഏതോ തെക്ക് നിന്നോ വടക്ക് നിന്നോ ഇറക്കുമതി ചെയ്യുന്ന ബ്യൂട്ടീഷ്യകളെ കൊണ്ടുവരികയാണ്. ജാതി നമ്മളെ ജാതിയും കൂടിയല്ല. എന്നിട്ട് പാതിരാക്ക് തുടങ്ങിക്കണ ഇവളെ ബ്രഷും പേസ്റ്റും പെന്നും കളറും എടുത്തിട്ട് ഇവളെ കുളിപ്പിക്കല്. എന്നിട്ട് അങ്ങനെ ഉറക്കൊഴിച്ചിട്ട് ഓളൊരു ഭാഗത്ത് ഉറങ്ങി തൂങ്ങുന്നുണ്ട്. അങ്ങനെ ഓളം നഖ അങ്ങട്ടാക്കണ്ട്, ചുണ്ട് ഇങ്ങട്ടാക്കണ്ട്, മൂക്ക് അങ്ങട്ടാക്കണ്ട്, മറ്റെങ്ങട്ടാക്കണ്ട്. അങ്ങനെ രാത്രി പാതിരാക്ക് തുടങ്ങി 2 മണിക്ക് തുടങ്ങിയിട്ടാണ് മയ്യത്ത് കുളിപ്പിച്ചല്. ആലോചിച്ചോക്കണങ്ങൾ. എന്നിട്ട് രാവിലെ ഒന്ന് ഇത് ബുദ്ധ പോലെ പ്രദർശനത്തിന് വെച്ചു. എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ സുബൈക്കരിച്ചിട്ടില്ല. എന്തേ? സുബൈ നിക്കരിച്ച മൈക്കപ്പ് പോകും, ഒതുണ്ടാക്കിയ മൈക്കപ്പ് പോകും. പടച്ച തമ്പുരാന്റെ ജീവിതത്തിൽ ബറക്കത്ത് തരുമോ? എന്റെ മകനും മരോളും നല്ലക്ക് പോകുമോ? അതിൽ ജനിക്കുന്ന കുട്ടികൾ പടച്ചോനെ പേടിക്കുമോ? എടോ, റബ്ബ് നിനക്ക് ഗൾഫ് കൊണ്ട് കുറച്ച് പണം തന്നപ്പോ, പെണ്ണെ നിനക്കല്ല കുറച്ച് തൊലി നിറം തന്നപ്പോ റബ്ബിനെ മറന്നു, മൃഗത്തെക്കാൾ അതപ്പതിച്ചു. പിന്നെ ഓഡിറ്റോറിയത്തിൽ പോയി 2 കസേര ഇട്ടിട്ടുണ്ട് അവിടെ, ഒന്ന് പുതിയണ്ണിനും ഒന്ന് പുതിയാപ്പിളക്കും. എന്നിട്ടിങ്ങനെ സർക്കസ് കൂടാരത്തിലെ കോമാളികളെ പോലെ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ബെന്നിലൊക്കെ ഫോട്ടോ പോസ് ചെയ്യാണ്. ളുഹുർ നിസ്കാരം ഇല്ല. കൂട്ടിക്കൊണ്ട് എത്തിയവിടെ പിന്നെ അസറായിട്ടുണ്ട്. ഒപ്പം പോയവർക്കും നിസ്കാരമില്ല. പുതിയാപ്പിള കാണന്റെ മേക്കോപ്പോടുകൂടെ പെണ്ണെ 5 നേരത്തെ നിസ്കാരം റബ്ബ് നിനക്ക് തന്ന പുണ്യമായ ഇബാദത്താകുന്ന നിക്കാഹിന്റെ പേരിൽ, കല്യാണത്തിന്റെ പേരിൽ നീ കളാക്കി കളഞ്ഞു. ഇത് നടക്കണല്ലേ ഞാൻ പറയണത്? ഇത് നാട്ടിൽ നടക്കണല്ലേ? പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കിയോളിങ്ങൾ. ഇതൊക്കെ ഏറ്റവും മുമ്പിൽ പെണ്ണുങ്ങളാണ്. പോരാ, ആ പെണ്ണുങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് ഞമ്മളുമാണ്. ഞങ്ങളപ്പോ ആദരിക്കൊരാളെത്തിയോ? അപ്പോ ഇത് നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമുണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് വിഷമിച്ചത് കാര്യം പറയാനേ നാളെ ഞാൻ വിഷമിക്കേണ്ടി വരും. ഞാൻ 1-2 സദസ്സിൽ പറഞ്ഞപ്പോ ദിക്കലക്കര വേദി തന്നെ പറഞ്ഞത്. ഒരുപാട് ആൾക്കാർ ലൈക്ക് അടിച്ചു. ചിലക്കരോട് പൊന്നാരമൂല്യങ്ങൾ എന്ന് പറഞ്ഞ ഇപ്പൊ അടുത്ത് മർക്കസ് നിക്കാഹ് ഉണ്ടായിരുന്നു.
ആ നിക്കാഹ് ഞാൻ കുടുങ്ങി പോയതാ, ഞാൻ പ്രസംഗിക്കാൻ പോയതാൽ നിക്കാഹിന് പോയതാ. പക്ഷെ ഉസ്താദ് വരാൻ കുറച്ച് വൈകിപ്പോയി. അപ്പൊ നറുക്കി എനിക്ക് വീണുപോയി, പറയാൻ ശിക്ഷിക്കപ്പെട്ടു ഞാൻ. അതിൽ പിന്നെ ഞാനാണ് പറഞ്ഞു, വയസ്സാര് മൂലിയാര് പിടിച്ചെന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചൂട്ട് പടച്ചോനെ പൊന്നാര മൂലിയാര് മുപ്പർക്ക് എന്നെ അറിയൊന്നുമില്ല, പൊന്നാര മൂലിയാരെ ഇതൊക്കെ നിങ്ങൾ എന്ന് പറയണമെന്ന് ചോദിച്ചു. ഞാൻ എന്ന് പറയാൻ തുടങ്ങി ഉസ്താദ്. പക്ഷെ മുപ്പരത്തെ 10 വയസ്സായി നിൽക്കാനും വെച്ചാൽ അങ്ങനെയാണ് ലാഫിയത്ത് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു എന്താ നിങ്ങള്, ഇതൊന്നും ദീനല്ല. കല്യാണത്തിന് ദീനില്ല, കുടിരിക്കലിന് ദീനില്ല, കാർ വാങ്ങലിൽ ദീനില്ല, പുരണ്ടാക്കൽ ദീനില്ല. അതൊക്കെ പഞ്ചായത്തിന്റെ പെർമിറ്റ് കിട്ടിയാൽ മതി, ഗൾഫിൽ നിന്ന് കുറച്ച് പൈസ കിട്ടിയാൽ മതി, വരക്കാൻ എഞ്ചിനീയർ മതി, നാട്ടുകാർ തിന്നാനുണ്ടായാൽ മതി. ഇങ്ങനെ ധാരണ അങ്ങനെയല്ല. നമ്മുടെ ഹറക്കാത്ത് സക്കനാത്തുകൾ, നമ്മുടെ ഓരോ കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് അറിയില്ലേ? സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉമ്മമാർ ശ്രദ്ധിച്ചോ, മഹാനവറുകൾ ജഗപോക്കിരിയായിരുന്നില്ലേ, എല്ലാരും ഒതുക്കിയ ആളായിരുന്നില്ലേ? പക്ഷേ ഭരണം അങ്ങോട്ട് ഏറ്റെടുത്തപ്പോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉറങ്ങണില്ല, കറങ്ങുകയാണ്. വയസ്സ് മൂത്ത ക്ഷീണം കൂടും. അത് 40 കഴിഞ്ഞാൽ ഒരു മാറ്റം വരും, 50 കഴിഞ്ഞാൽ പിന്നും മാറും, 60 കഴിഞ്ഞാൽ പിന്നും മാറും. അത് പറഞ്ഞാൽ തിരിയില്ല, അനുഭവിക്കുമ്പോഴാ തിരിയാത്. ഉമർ ഫാറൂഖിന് അത് കൂടിയതാണ്, വയസ്സ് കൂടിയിട്ടുണ്ട്. എല്ലാവരും കിടന്നിറങ്ങുമ്പോ മദീനയിലെ തെരുവുകളിലൂടെ വേഷപ്രച്ഛന്നനായി ഉമർ ഫാറൂഖ് എന്ന ഭരണാധികാരി, മദീനയിലെ ഖാദി, അവിടുത്തെ ഗവർണർ, അവിടുത്തെ ഭരണകർത്താവ് ചുറ്റിക്കറങ്ങുന്നു. ആ സമയത്ത് ചോദിക്കുന്നു അമീറുൽ മുഅ്മിനീൻ, എന്തേ നിങ്ങൾ ഉറങ്ങാത്തത്? നല്ല ഉറങ്ങാൻ പറ്റിയ രാത്രിയല്ലേ, നല്ല തണുപ്പില്ലേ, എന്തേ നിങ്ങൾ ഉറങ്ങാത്തതെന്ന് ചോദിച്ചപ്പോൾ സമുദായത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഭരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ വാക്കെന്താ? ഉമറിന് ഉറക്കില്ലാത്തത് കൊണ്ടല്ലല്ലോ, ഉമറിന് കടക്കാൻ വീടില്ലാത്തത് കൊണ്ടല്ലല്ലോ, ശയിക്കാൻ ഫാമിലി ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ. ഇതുവരെ ഉമറിന്റെ കുടുംബത്തെ നോക്കിയാൽ മതിയായിരുന്നു, ഉമറിന്റെ മക്കളെ നോക്കിയാൽ മതിയായിരുന്നു, ഉമറിന്റെ ഭാര്യയെ നോക്കിയാൽ മതിയായിരുന്നു, ഉമറിന്റെ കച്ചവടവും കൃഷിയും നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പോൾ സമുദായത്തിന്റെ കാര്യമാണ് ഞാൻ നോക്കേണ്ടത്. ഞാൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട പൊളിറ്റിക്കൽ ലീഡറാണ്, രാജ്യത്തിന്റെ നേതാവാണ്, ഭരണാധികാരിയാണ്, CM ആണ്, PM ആണ്. ഞാൻ ഭരിക്കുന്ന സമയത്ത് എന്റെ മദീനാസ്ഥാനമായ ഭരണത്തിന്റെ ഏരിയയിൽപ്പെട്ട യൂഫ്രട്ടീസിന്റെ നദീ തീരത്തെ പാറക്കെട്ടുകൾക്കിടയിൽ കാല് കുടുങ്ങിയിട്ട് ഒരേതെങ്കിലും മാട്ടിന്റെ കുഞ്ഞു ഭക്ഷണം കിട്ടാതെ ചത്തുപോയാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ വോട്ട് കുറയുമെന്നല്ല, ലീഡ് കുറയുമെന്നല്ല, പ്രതിപക്ഷം സഭ തളത്തിലേക്ക് ഇറങ്ങുമെന്നല്ല. നാളെ മഹ്ശറിൽ പടച്ച തമ്പുരാൻ ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയും? അതുകൊണ്ട് ഉറക്കമൊഴിച്ച് നടക്കുകയാണ്. ഞാൻ ചുരുക്കുന്നു, എന്റെ രക്ഷിതാക്കൾ ഈ ശബ്ദം കേട്ടിട്ടുണ്ട്, ഉമ്മമാര് കേട്ടിട്ടുണ്ട്. ഇവിടെ എനിക്ക് കുടുംബ ബന്ധങ്ങളില്ല, കെട്ടുബന്ധങ്ങളില്ല, എന്റെ സ്ഥാപനത്തിലെ പിരിവുമായി ഞാൻ ഈ പരിസരത്ത് അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും കിട്ടാത്ത ദേഷ്യമുണ്ട് പറയല്ല. പക്ഷെ പല സ്ഥലത്തും കല്യാണ സൽക്കാരിക്കാകാതെ കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോ ചില ചെറുപ്പക്കാർ പറഞ്ഞ വിഷമം എന്റെ അടുക്കലുണ്ട്. പൊട്ടിത്തെറിച്ച കുടുംബങ്ങൾ കേസ് മദ്യം പറയുമ്പോ അവിടെ വെച്ച മുട്ടായിന്റെ കണക്കെന്റെ അടുത്തുണ്ട്. സകല തോന്നിവാസങ്ങളും ദൂർത്തടിച്ച് ചെയ്തിട്ട് അവസാനം പിരിയാ നേരത്ത് വരുമ്പോ ചിലക്കണക്ക് കൊണ്ടുവന്നിട്ട് അതിമെ തെറ്റിപ്പിരിഞ്ഞത് മധ്യസ്ഥ വാസിച്ചത് എനിക്ക് അനുഭവത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. നിങ്ങൾക്ക് എത്ര പണമുണ്ടായാലും മിതമായിട്ടേ ചിലവഴിക്കാവൂ. ദീനിന് നിയമങ്ങളുണ്ട്, കല്യാണത്തിന് നിയമങ്ങളുണ്ട്, മറമാടുന്നിടത്ത് നിയമം മാത്രമല്ല, കഫൻ തുണിയിൽ മാത്രമല്ല, പുതിയണ്ണിന്റെ തുണിയിലും നിയമങ്ങളുണ്ട്, പുതിയാപ്പിള്ള തുണിയിൽ നിയമങ്ങളുണ്ട്, കല്യാണത്തിന് ഭക്ഷണത്തിൽ നിയമങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾ ദിവസങ്ങൾ പാലിക്കേണ്ടതുണ്ട്, സമയങ്ങൾ പാലിക്കേണ്ടതുണ്ട്, സ്ഥലങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എല്ലാ അച്ചടക്കത്തിലും പാലിച്ചാൽ വികാരത്തെ നിങ്ങൾക്ക് വിവേകം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും.
എല്ലാവരെയും നിയന്ത്രിച്ചാൽ നാം പറഞ്ഞ പോലെ ഈ മൃഗത്തെക്കാൾ നന്നാവും, ഇല്ലേ മലക്കിനേക്കാൾ നന്നാകും. വികാരം നാട്ടു നടപ്പനുസരിച്ച്, ആളുകൾ ചെയ്യുന്നതനുസരിച്ച്, നാലാൾ പറയുന്നതനുസരിച്ച് അങ്ങനെ അങ്ങോട്ട് നീങ്ങി ദീനില്ല, നിയമല്ല, ശർഇല്ല, അള്ളല്ല, അങ്ങനെ വന്നാൽ മൃഗത്തെക്കാൾ അധപ്പതിച്ചവനായിട്ട് നാം പോകും. നന്ദി കെട്ട മനുഷ്യന് നായ്ക്കുമേലടാ എന്ന് കുമാരനാശാൻ പാടിയതുപോലെ നമ്മൾ അതിനേക്കാൾ അധപ്പതിച്ച് അവർ അധപ്പതിച്ച മൃഗങ്ങളെ പോലെ അതിനേക്കാൾ അധപ്പതിച്ചവരാണ് എന്ന ഖുർആന്റെ ശൈലിയിൽ പെടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദീന്റെ നിയമങ്ങൾ പാലിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ.